ഒരിക്കൽ കൂടി എല്ലാവർക്കും MCQ ഡിസ്കഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് നമുക്കറിയാം 10 മാർക്കിന്റെ ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 1. സോ ജനറൽ സേഫ്റ്റി, പ്രിക്കോഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ് ആണ് പ്രധാനമായിട്ടും നമ്മളുടെ ആ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് സേഫ്റ്റി പ്രിക്കോഷൻസ് അല്ലെങ്കിൽ സേഫ്റ്റി സയൻസ്, അതുപോലെ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതായത് അതുപോലെ തന്നെ PPEs ഉണ്ടാവും, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സിന്റെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഷോപ്പ് ഫ്ലോറുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് 5S കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ വേസ്റ്റ് ഡിസ്പോസൽ, ഇപ്പോഴത്തെ ഒരു പ്രോബ്ലമാണ് വേസ്റ്റ് ഡിസ്പോസൽ അല്ലെങ്കിൽ വേസ്റ്റ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട് കളർ കോഡ്സ്, നമ്മൾ ഏതൊക്കെ കളർ കോഡ്സുകളാണ് ബിന്നുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളുടെ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ മൊഡ്യൂൾ 1മായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സേഫ്റ്റി ഇൻ എ വർക്ക്ഷോപ്പ് can be broadly classified into dash. Safety in a workshop can be broadly classified into dash. Option A കൊടുത്തിരിക്കുന്നത് 2 categories, option B 3 categories, option C 5 categories, option D 8 categories. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഉത്തരം എന്താണ്? പറഞ്ഞോളൂ. 3 categories അല്ലെ? എല്ലാവർക്കും അത് തന്നെയല്ലേ ഉത്തരം നമുക്ക് കിട്ടുക? എല്ലാവർക്കും ഈ പറഞ്ഞ 3 കാറ്റഗറി തന്നെയല്ലേ നമുക്ക് വരുന്നുണ്ടാവുക? ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് പേജിൽ, അതായത് നമ്മളുടെ ആ ഒരു സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് പേജിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 3 കാറ്റഗറികളായിട്ടാണ് നമ്മളുടെ വർക്ക്ഷോപ്പില് സേഫ്റ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ സേഫ്റ്റി ഇൻ എ വർക്ക്ഷോപ്പ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ് അല്ലെ? 3 കാറ്റഗറീസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെയാണ് പ്രധാനമായിട്ട് നോക്കി? ജനറൽ സേഫ്റ്റി, 2 പേഴ്സണൽ സേഫ്റ്റി, 3 മെഷീൻ സേഫ്റ്റി. അങ്ങനെ 3 രീതിയിലാണ് പ്രധാനമായിട്ടും നമ്മളുടെ സേഫ്റ്റിനെ അവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ജനറൽ സേഫ്റ്റി ഉണ്ട്, പേഴ്സണൽ ആയിട്ടുള്ള സേഫ്റ്റി ഉണ്ട്, ദെൻ നമ്മൾ വർക്ക് ചെയ്യുന്ന മെഷീനുമായി ബന്ധപ്പെട്ടുള്ള സേഫ്റ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ചിത്രത്തിൽ വളരെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ? അതായത് ഷോർട്ട് ഹെയർ ആയിരിക്കണം, അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്ലീവ് ഒക്കെ ടൈറ്റ്ലി നമ്മൾ റോള് ചെയ്ത് അല്ലെ മടക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഫുൾ കൈയിൽ ഇങ്ങനത്തെ ലൂസ് കഫ് നമ്മൾ യൂസ് ചെയ്യരുത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോറി. അതുപോലെ തന്നെ ബട്ടൺസ് ഒക്കെ കൃത്യമായിട്ട് നമ്മൾ ഫാസ്റ്റൻ ചെയ്ത് നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഓവറാൾസ് കറക്റ്റ്, ഈ പറഞ്ഞ രീതിയിൽ പൂർണ്ണമായിട്ടുള്ള നമ്മുടെ ഓവറാൾസ് നമ്മൾ യൂസ് ചെയ്യത്തില്ലേ, അത് കൃത്യമായിട്ട് നമ്മളുടെ അളവിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ലെങ്ത് ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത്തരത്തിൽ ടൂ ലോങ് ആയിട്ടുള്ളതൊന്നും നമ്മൾ യൂസ് ചെയ്യരുത് നമ്മൾ ഓർത്തിരിക്കാം. അതുപോലെ തന്നെ പോക്കറ്റിലൊക്കെ ഹോൾ ഒക്കെ ഉള്ളതൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് അത് യൂസ് ചെയ്യരുത്. ഓക്കെ, അപ്പൊ അത്തരത്തില് റൈറ്റ് ആയിട്ടുള്ള നമ്മളുടെ ആ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സേഫ്റ്റി എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ടൊക്കെ, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനുമായി ബന്ധപ്പെട്ടുള്ള സേഫ്റ്റി ഉണ്ട്. അപ്പൊ അങ്ങനെ 3 കാറ്റഗറിയാണുള്ളത്. ജനറൽ, പേഴ്സണൽ ആൻഡ് മെഷീൻ സേഫ്റ്റി ആണ് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ആക്സിഡന്റ് ഈസ് എ ഡാഷ് ഇവന്റ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അതൊക്കെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആക്സിഡന്റ് ഈസ് എ ഡാഷ് ഇവന്റ്. Planned event, unplanned and undesired, option C expected, option D international event. ഏതായിരിക്കും വരുന്നുണ്ടാവുക? intentional event ഏതായിരിക്കും വരുന്നത്? അൺപ്ലാൻഡ് ആൻഡ് അൺഡിസൈഡ് അല്ലെ? നമുക്ക് ആക്സിഡന്റ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളതാണോ? ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഇവന്റ് ആണോ? അല്ല, അത് നമുക്കറിയാം അൺപ്ലാൻഡ് ആണ് അല്ലെ? നമ്മൾ മുൻകൂട്ടി അറിയുന്നതോ അല്ലെങ്കിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഇവന്റ് അല്ല ആക്സിഡന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അൺഡിസൈഡബിൾ ആണ്. നമുക്ക് ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ആക്സിഡന്റ്. ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഒരു ആക്സിഡന്റ് ഉണ്ടാവണമെന്ന് അല്ലെ? അപ്പോൾ അൺപ്ലാൻഡ് ആയിട്ടുള്ളതും അൺഡിസൈഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് എന്ത്? ആക്സിഡന്റ് എന്ന് പറയുന്നത്. അത് ഇന്റൻഷണൽ ആയിട്ട് നമ്മൾക്ക് നമ്മുടെ അറിവോട് കൂടിയോ നമ്മൾ ഇന്റൻഷണൽ ആയിട്ട് ഒരിക്കലും ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല, അല്ലെങ്കിൽ ഒരു ഇവന്റ് അല്ല ആക്സിഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ അൺപ്ലാൻഡും അൺഡിസൈഡുമായിട്ടുള്ള ഒരു ഇവന്റ് ആണ് ആക്സിഡന്റ് എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ നമുക്ക് പറയാം അൺഎക്സ്പെക്ടഡ്, അൺപ്ലാൻഡ്, സഡൻ ഓർ അൺഡിസൈറബിൾ ഇവന്റ് അല്ലെ? ഇത്തരത്തിൽ അൺഎക്സ്പെക്ടഡ് ആണ്, അൺപ്ലാൻഡ് ആണ്, വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന സഡൻ ആയിട്ടുള്ള അൺഡിസൈറബിൾ ആയിട്ടുള്ള അല്ലെ, നമുക്ക് ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു ഇവന്റ് ആണ് എന്ത്? നമ്മളുടെ ആക്സിഡന്റ് എന്ന് പറയുന്നത്. വിച്ച് മേ കോസ് ഡാമേജ് ടു പേഴ്സൺസ് പ്രോപ്പർട്ടി ഓർ ഹിസ് ലൈഫ്. ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ലൈഫിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിക്കോ അല്ലെങ്കിൽ എൻവയോൺമെന്റിനോ ഒക്കെ
നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അല്ലെ. സോ ഇപ്പൊ തന്നെ നമുക്ക് വയനാട് ദുരന്തം ഒക്കെ നമുക്കറിയാം. അപ്പൊ അത് വളരെ സഡൻ ആയിട്ടും അൺപ്ലാൻഡ് ആയിട്ടും അൺഎക്സ്പെക്ടഡ് ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു ഇവന്റ് ആണ് ശരിക്കും എന്ത് അവിടെ നടന്നിട്ടുള്ളത് നമുക്കറിയാം. സോ അതൊരു ആക്സിഡന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലെ. അപ്പൊ അത്തരത്തിൽ എന്താണ് ആക്സിഡന്റിന്റെ ഒരു ഡെഫിനിഷൻ ആണ് നമ്മൾ ഇവിടെ കണ്ടത്. സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ മെഷീൻ സേഫ്റ്റി. നമ്മൾ നേരത്തെ കണ്ടു പേഴ്സണൽ സേഫ്റ്റി ഉണ്ട്, അതുപോലെ ജനറൽ സേഫ്റ്റി ഉണ്ട്, മെഷീൻ സേഫ്റ്റി ഉണ്ട്. അപ്പൊ മെഷീൻ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓക്കെ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം നമുക്ക്. സ്റ്റോപ്പ് ദ മെഷീൻ ബിഫോർ ചേഞ്ചിങ് ദ സ്പീഡ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്, സംശയമൊന്നുമില്ല. അതായത് മെഷീൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണ് ചേഞ്ചിങ് ദ സ്പീഡ് അല്ലെ, മെഷീന്റെ സ്പീഡ് എന്താണ് ചിലപ്പോൾ കൂട്ടേണ്ടതായിട്ടുണ്ടാവും, ചിലപ്പോൾ കുറയ്ക്കേണ്ടതായിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് മെഷീൻ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ എന്താണ് വളരെ കെയർഫുൾ ആയിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഒന്നാമത്തത് കറക്റ്റ് ആണ്. രണ്ടാമത്തെ നോക്കി, ഡിസെൻഗേജ് ദ ഓട്ടോമാറ്റിക് ഫീഡ് ബിഫോർ സ്വിച്ചിങ് ഓഫ്. അത് കറക്റ്റ് ആണോ റോങ് ആണോ? അതും കറക്റ്റ് ആണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മെഷീൻ ഓഫ് ആക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഓട്ടോമാറ്റിക് ഫീഡിലാണ് മെഷീൻ കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഡിസെൻഗേജ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. കാര്യം നെക്സ്റ്റ് ടൈമിൽ നമ്മളത് ഓൺ ആക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഫീഡിൽ കിടന്നു കഴിഞ്ഞാൽ, എൻഗേജ് ആയി കിടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ ഈ പറഞ്ഞ രീതിയിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഇവന്റുകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതായത് ആക്സിഡന്റ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മളായിരിക്കണമെന്നില്ല ആ ഒരു മെഷീൻ രണ്ടാമത്തെ ഷിഫ്റ്റിൽ ചിലപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക, വേറൊരു ഓപ്പറേറ്റർ വന്നായിരിക്കും ചിലപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, എല്ലായ്പ്പോഴും മെഷീൻ ഓഫ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ഓട്ടോമാറ്റിക് ഫീഡുകളൊക്കെ എന്താണ് ഡിസെൻഗേജ് ചെയ്ത് വേണം ആ ഒരു മെഷീൻ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, രണ്ടാമത്തത് കറക്റ്റ് ആണ്. മൂന്നാമത്തത് നോക്കി, ടേക്ക് മെഷർമെന്റ്സ് only after stopping the machine. അത് കറക്റ്റ് ആണോ? അതും കറക്റ്റ് തന്നെയാണ് അല്ലെ. ഇത്തരത്തിൽ മെഷർമെന്റോ മറ്റു കാര്യങ്ങളോ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മെഷീൻ സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം നമ്മുടെ വർക്ക് പീസിലേക്ക് നമ്മളുടെ ഇൻസ്ട്രുമെന്റ് കൊണ്ടുവന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ വർക്ക് പീസ് പുറത്തേക്ക് എടുത്തതിനു ശേഷം നമുക്ക് മെഷർ ചെയ്യാം. അങ്ങനെയുള്ള അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലെ. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, എല്ലായ്പ്പോഴും മെഷീൻ സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം ആയിരിക്കണം നമ്മൾ മെഷർമെന്റുകൾ എടുക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആണ്. അപ്പോ മൂന്നാമത്തത് കറക്റ്റ് ആണ്. ലാസ്റ്റ് വൺ ഈസ് യൂസ് വുഡൻ പ്ലാങ്ക്സ് ഓവർ ദ ബെഡ് വൈൽ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഹെവി ജോബ്സ്. സംശയമൊന്നും വേണ്ട അല്ലെ. നമുക്കറിയാം ഇത്തരത്തിൽ നമ്മൾ ലെയ്ത്തിലൊക്കെ നമ്മൾ സാധാരണഗതിയിൽ എന്താണ് മെഷീൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ വുഡൻ പ്ലാങ്ക്സ് ഒക്കെ നമ്മൾ സാധാരണ ആ ഒരു ബെഡിന്റെ അവിടത്തൊക്കെ സാധാരണ വെക്കാറുണ്ട് അല്ലെ. ഇത്തരത്തിൽ എന്താണ് ഈ ലോഡ് ചെയ്യുമ്പോഴും അൺലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനൊക്കെ നമ്മൾ ഇത്തരത്തിൽ വുഡൻ പ്ലാങ്ക്സുകൾ, നമ്മളൊന്നുമില്ല പലക, നമ്മുടെ തടിയുടെ പലകയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പലകകളൊക്കെ നമ്മൾ എന്താണ് ഇവിടെ ബെഡിലൊക്കെ നമ്മൾ ലോഡ് വെക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ഇത്തരത്തിൽ ലോഡിങ് അൺലോഡിങ് സമയത്ത് അല്ലെ ഹെവി ജോബ്സ് കാരണം നമ്മളുടെ ബെഡിനോ അല്ലെങ്കിൽ നമ്മുടെ വർക്കീസിനോ ഒക്കെ എന്താണ് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ അത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നാലും എന്ത് തന്നെയാണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. നാലും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് മെഷീൻ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓൾ ഓഫ് ദി അബോവ് ആർ കറക്റ്റ് അല്ലെ. ഈ പറഞ്ഞ 4 സ്റ്റേറ്റ്മെന്റുകളും ഓൾ ഓഫ് ദി അബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് കേട്ടോ. ഓൾ ഓഫ് ദി അബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് അത്തരത്തിൽ 4 സ്റ്റേറ്റ്മെന്റുകളും അല്ലെ 1, 2, 3 and 4 സ്റ്റേറ്റ്മെന്റ് എന്താണ് കറക്റ്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ ആ ഒരു ചോദ്യം ക്ലിയർ ആയി. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ഹൗ ടു മേക്ക് യൂസ് ഓഫ് മെറ്റൽ ചിപ്സ്. ഓപ്ഷൻ എ ബേണിംഗ്, ഓപ്ഷൻ ബി ലാൻഡ് ഫിൽസ്, ഓപ്ഷൻ സി റീസൈക്ലിംഗ്, ഓപ്ഷൻ ഡി കമ്പോസ്റ്റിംഗ്. സംശയമുണ്ടോ ആർക്കെങ്കിലും? ബേണിംഗ്, ലാൻഡ് ഫില്ല്, റീസൈക്ലിംഗ്, കമ്പോസ്റ്റിംഗ് ഏതായിരിക്കും ഉത്തരം വരിക? യെസ്, റൈറ്റ് ആൻസർ ഇതാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ
സി ആണ്, റീസൈക്ലിംഗ് ആണ് നമ്മുടെ ഉത്തരം വരുന്നുണ്ടാവും അല്ലെ. റീസൈക്ലിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഈ മെറ്റൽ ചിപ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെഷീനിന്റെ ഫലമായിട്ട് പുറത്തേക്ക് വരുന്ന നമ്മളുടെ എന്താണ് റിമൂവ്ഡ് മെറ്റീരിയലാണ് ബേസിക്കലി മെറ്റൽ ചിപ്പുകൾ എന്ന് പറയുന്നുണ്ടാവും അല്ലെ, മെറ്റൽ ചിപ്പുകൾ. അപ്പൊ മെറ്റൽ ചിപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 2 ചിപ്പുകൾ ഏതൊക്കെയാണെന്ന് അറിയാവോ? ഈ കണ്ടിന്യൂസ് ചിപ്പും ഉണ്ട്, ഡിസ്കണ്ടിന്യൂസ് ചിപ്പും ഉണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ കാസ്റ്റ് അയൺ മെഷീൻ ചെയ്യുന്ന സമയത്ത് ഏത് ടൈപ്പ് ചിപ്പായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക? ഡിസ്കണ്ടിന്യൂസ് അല്ലെ, ഡിസ്കണ്ടിന്യൂസ് ചിപ്പാണ് നമ്മൾ കാസ്റ്റ് അയൺ. കാര്യം എന്ന് വെച്ചാൽ കാസ്റ്റ് അയൺ ഒരു ബ്രിട്ടിൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, ബ്രിട്ടിൽ മെറ്റീരിയൽ ആണ്. ബ്രിട്ടിൽ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അത് ഡിസ്കണ്ടിന്യൂസ് ആണ് അല്ലെ, ഡിസ്കണ്ടിന്യൂസ് ചിപ്പാണ്. ഫോർ എക്സാമ്പിൾ മൈൽഡ് സ്റ്റീൽ ആണ് മെഷീൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതായിരിക്കും കിട്ടുന്നുണ്ടാവുക? കണ്ടിന്യൂസ് ആണ് അല്ലെ, അത് ഡക്ടൈൽ ആണ്. ഡക്ടൈൽ മെറ്റീരിയലുകൾ മെഷീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ടാവുക കണ്ടിന്യൂസ് ടൈപ്പ് എന്താണ് മെറ്റൽ ചിപ്പുകളായിരിക്കും എന്നുള്ളതോട് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് വിത്ത് ബിൽട്ടപ്പ് എഡ്ജ് ഒക്കെ ഉണ്ട്. കണ്ടിന്യൂസ് വിത്ത് ബിൽട്ടപ്പ് എഡ്ജ് അതൊരു ടൈപ്പ് ചിപ്പാണ്. അത് ഈ പറയുന്ന രീതിയിൽ എന്താണ് നമ്മളുടെ ആ ഒരു എന്താണ് നമ്മളുടെ കട്ടിംഗ് ടൂളില് എന്താണ് ലോക്കലായിട്ടുള്ള കട്ടിംഗ് എഡ്ജുകൾ ഫോം ചെയ്തുകൊണ്ട് കട്ടിംഗ് എഡ്ജിനകത്ത് അത്തരത്തിലുള്ള ചിപ്പുകളാണ് ഈ പറയുന്ന കട്ടിംഗ്, ദാറ്റ് ഈസ് BUE എന്ന് പറയുന്നത്, ബിൽട്ടപ്പ് എഡ്ജ് എന്നുള്ള രീതിയിലുള്ള ചിപ്പുകളും ഫോം ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, മെറ്റൽ ചിപ്പുകൾ ഉണ്ടെന്നുള്ള ഓർത്തിരുന്നാൽ മതി. അപ്പൊ അത്തരത്തിലുള്ള മെറ്റൽ ചിപ്പുകൾ നമ്മൾ എന്താണ് റീസൈക്ലിംഗ് ആണ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അത്തരത്തിൽ നമ്മൾ വീണ്ടും റീമെൽറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാർ ഫോമിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഇൻഗോട്ടിന്റെ ഫോമിലേക്കോ ഒക്കെ നമ്മൾ മാറ്റാറുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. സോ റീസൈക്ലിംഗ് ഇസ് ദ പ്രോസസ്. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ ഫസ്റ്റ് എയ്ഡ് ഫോർ സെക്കൻഡ് ഡിഗ്രി ബേൺസ്? സെക്കൻഡ് ഡിഗ്രി ബേൺ. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി ബേൺസ് ഉണ്ട്. അതായത് പൊള്ളൽ, നമ്മൾ ബേൺ ചെയ്യാന്ന് പറഞ്ഞാൽ പൊള്ളുക എന്നുള്ളത് അല്ലെ. ഇത്തരത്തിൽ എന്താണ് ഫയർ കാരണം നമുക്ക് പൊള്ളലുകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അല്ലെ. സോ ബേൺസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോ ഈ ബേൺസ് ഉണ്ടാവുന്ന സമയത്ത് സെക്കൻഡ് ഡിഗ്രി ബേൺ ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണോ? കവേർഡ് വിത്ത് കൂൾ വാട്ടർ, ഫ്ലഷ് വിത്ത് കൂൾ വാട്ടർ. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെന്ന് ഓപ്ഷൻ ഡി എന്നും ഞാൻ കേട്ടു. അപ്പോ ശ്രദ്ധിക്കാം, ഇവിടെ ഉത്തരം വരാൻ സാധ്യത കൂടുതൽ. നോക്കി, ഉത്തരം വരുന്ന ഏതായിരിക്കും? ഓപ്ഷൻ സി തന്നെയാണ്, ഫ്ലഷ് വിത്ത് കൂൾ വാട്ടർ. ഫ്ലഷ് വിത്ത് കൂൾ വാട്ടർ. അപ്പോ ഫസ്റ്റ് ഡിഗ്രി ആയിക്കോട്ടെ സെക്കൻഡ് ഡിഗ്രി ആയിക്കോട്ടെ, ഈ 2 കാറ്റഗറിയിലും നമ്മൾ ഫസ്റ്റ് എയ്ഡ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് എന്താണ് കൂൾ വാട്ടർ കൊണ്ട് ഫ്ലഷ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സെക്കൻഡ് ആൻഡ് ഫസ്റ്റിനകത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ഫസ്റ്റ് എയ്ഡ് ഫോർ തേർഡ് ഡിഗ്രി ബേൺ? തേർഡ് ഡിഗ്രി ബേൺ ആണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും? അപ്ലൈ ക്രീം കവർ വിത്ത് ഡാംപ് ക്ലോത്ത് അല്ലെ. ഇത്തരത്തിൽ നനഞ്ഞ തുണി കൊണ്ട് എന്താണ് കവർ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പം തേർഡ് ഡിഗ്രി ബേണും ഉണ്ട്, സെക്കൻഡ് ആൻഡ് ഫസ്റ്റ് ഡിഗ്രി ബേണും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ട്രീറ്റ് എ ബേൺ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ട്രീറ്റ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിഗ്രി ബേൺ ബൈ ഇമേഴ്സിംഗ് ഓർ ഫ്ലഷിംഗ് വിത്ത് കൂൾ വാട്ടർ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് രീതിയായിരിക്കും തരുന്നുണ്ടാവുക. അപ്പൊ സ്റ്റേറ്റ്മെന്റ് തരുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഫസ്റ്റിനാണോ, തേർഡിനാണോ, സെക്കൻഡിനാണോ? അപ്പൊ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിഗ്രി ബേൺസ് ആണെങ്കിൽ ഒന്നുകിൽ നമുക്ക് വെള്ളത്തിലേക്ക് മുക്കി വെക്കാം, അല്ലെങ്കിൽ അത് ഫ്ലഷ് ചെയ്യാം അല്ലെ. ഇത്തരത്തിൽ കൂൾ വാട്ടർ കൊണ്ട് ഫ്ലഷ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഡോണ്ട് യൂസ് ക്രീംസ്, ബട്ടർ ഓർ അതർ ഓയിൻമെന്റ് ആൻഡ് ഡു നോട്ട് പോപ്പ് ബ്ലിസ്റ്റേഴ്സ്. ഇത്തരത്തിൽ എന്താണ് ക്രീംസോ ബട്ടറോ മറ്റ് ഓയിൻമെന്റോ ഒന്നും അവിടെ ഈ പറയുന്ന പൊള്ളലിന് നമ്മൾ ഉപയോഗിക്കരുത്. അത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. സോ അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് ഓർത്തിരിക്കാം. അത് കൃത്യമായിട്ട് എന്താണ് ജസ്റ്റ് വാട്ടർ ഫ്ലഷ് ചെയ്യുക അല്ലെങ്കിൽ അത് ഇമേഴ്സ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. തേർഡ് ഡിഗ്രി ബേൺ ആണെന്നുണ്ടെങ്കിൽ അല്ലെ, തേർഡ് ഡിഗ്രി ബേൺ ആണെന്നുണ്ടെങ്കിൽ അത് പൊള്ളല് പൊങ്ങി വരുന്ന നമ്മുടെ എന്താണ് ചെറിയ പൊങ്ങി വരത്തില്ലേ, അത് നമ്മൾ പൊട്ടിച്ച് കളയരുതെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഈ പറഞ്ഞത് ബ്ലിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പൊങ്ങി വരുന്ന പൊള്ളല് കാരണം നമ്മൾ എന്താണ് സ്കിൻ ഇങ്ങനെ പുറത്തേക്ക് വരത്തില്ലേ ഉള്ളില് ഈ പറഞ്ഞ വാട്ടർ കൊണ്ട് കണ്ടന്റ് വെച്ചിട്ട്. അപ്പൊ അത് അങ്ങനെ അത് എന്താണ് അതും പൊട്ടിച്ച് കളയരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ എന്താണ് തേർഡ് ഡിഗ്രി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഡാംപ് ക്ലോസ് അല്ലെ, നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കവർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ക്ലോത്തിങ്സ് അല്ലെങ്കിൽ ജ്വല്ലറി ഒക്കെ ഉണ്ടെങ്കിൽ വളരെ പതിയെ എന്താണ് പുറത്തേക്ക് എടുക്കുക. അതുപോലൊപ്പം തന്നെ എന്താണ് അതുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ചേർന്നിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് തന്നെ അത് ചെയ്യാന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബേണുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൊള്ളലുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് എയ്ഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ വേണം. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത് ഓർത്തിരുന്നാൽ മതി. ഫസ്റ്റ് സെക്കൻഡ് തേർഡ്
ഡിഗ്രീസ് ഉണ്ട് എന്നുള്ളത്. ഫസ്റ്റും സെക്കൻഡിനും ഒന്നെങ്കിൽ ഫ്ലഷ് ചെയ്യാം, അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് മുക്കി ഇമ്മേഴ്സ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്രീംസ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യരുത്. തേർഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഡാംപ് ക്ലോത്ത്സ് കൊണ്ട് നമ്മൾ കവർ ചെയ്ത് ഫസ്റ്റ് എയ്ഡ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് ഒരു ഐഡിയ നമുക്ക് വേണം. അത് ക്ലിയർ എന്ന് പറയുന്നു, ക്ലിയർ ചെയ്തിരിക്കുന്നു. മറ്റൊരു ക്വസ്റ്റിലേക്ക് വരാം. ചോദ്യം ഇതാണ്: Factories Act, Indian Factories Act was introduced in the year dash. 1956, 1948, 1947, 1960. Indian Factories Act was introduced in the year dash. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1956 നമ്മളുടെ കേരളം ഉണ്ടായതാണ്, കേരള പിറവി. ഞാൻ വെറുതെ ഇട്ടതാ 1956. ശ്രദ്ധിക്കുക, 1960 അല്ല, ഇവിടെ ഉത്തരം 1948 ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറയുന്നുണ്ടത് ഈ പറയുന്ന ഫാക്ടറീസ് ആക്ടിന്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാണ്, മറ്റ് റൂൾസുകൾ ഏതൊക്കെയാണ്, മറ്റ് ആക്ടുകൾ ഏതൊക്കെയാണ് ഇനാക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എടുത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡേറ്റുകളും ഉണ്ട് എങ്കിൽ തന്നെയും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ആക്ട് ആണ് ഇത്തരത്തിലുള്ള ഫാക്ടറി ആക്ട് എന്ന് പറയുന്നത്. സോ ഫാക്ടറീസ് ആക്ട് 1948 ഇത് അമെൻമെന്റ് ചെയ്തിട്ടുണ്ട്. അമെൻമെന്റ് ചെയ്തതിനു ശേഷം 1987 അമെൻമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യ അതായത് നമ്മളുടെ എന്താണ് ഇന്ത്യ ആയതിനു ശേഷം, അതായത് എന്താണ് ഇൻഡിപെൻഡൻസിനൊക്കെ ശേഷം നമുക്ക് പറയാം എന്താണ് 1948 ഫാക്ടറീസ് ആക്ട് വരുന്നുണ്ടാവുക. ഇതിന് മുന്നേ ഒക്കെ 1881 അതായത് ലോർഡ് റിപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള ആള് എന്താണ് ഫാക്ടറീസ് ആക്ട് കൊണ്ടുവന്നിരുന്നു പണ്ട്, അതായത് തുടക്കകാലങ്ങളിൽ. ഓക്കെ, നമ്മളുടെ ബ്രിട്ടീഷ് ഭരണകാലത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ ലോർഡ് റിപ്പൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനുശേഷം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഫാക്ടറീസ് ആക്ട് 1948 വന്നു. അതിനുശേഷം അമെൻമെന്റ് വന്നത് 1987 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ജസ്റ്റ് ഒരു ഐഡിയ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് എന്താണ് ഫാക്ടറീസ് ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിരവധി ആക്ടുകൾ അതിനകത്ത് കുറച്ച് ഇയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫാക്ടറി ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. സോ ഫാക്ടറി ആക്ട് 1948, Act number 63 of 1948 are amended by the Factory Amendment Act in 1987, served to assist for formulating national policy in India with respect to occupational safety and health in factories and docks in India. അത്തരത്തിൽ എന്താണ് occupational safety and health, അല്ലെ, ഇത്തരത്തിൽ ഒരു ഫാക്ടറിയിലുള്ള അവിടെയുള്ള തൊഴിലാളികളുടെ ആ ഒരു ഒക്കുപേഷണൽ സേഫ്റ്റിയും ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അതിന് വേണ്ടുന്ന പോളിസീസും മറ്റു കാര്യങ്ങളും ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ആക്ട് ആണ് ഫാക്ടറീസ് ആക്ട് എന്ന് പറയുന്നത്. 1948 ആണ് ആദ്യത്തേത്. അതിനുശേഷം കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം എന്താണ് അമെൻമെന്റ് ചെയ്തു 1987 കൂടി ഓർത്തിരിക്കാം. ഈ പറഞ്ഞ ആക്ട് എന്തിനാണ് ഡീൽ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഡീൽസ് വിത്ത് വേരിയസ് പ്രോബ്ലംസ് കൺസേണിങ് സേഫ്റ്റി, ഹെൽത്ത്, എഫിഷ്യൻസി ആൻഡ് വെൽ ബീയിങ് ഓഫ് പേഴ്സൺ അറ്റ് വർക്ക് പ്ലേസ്. അല്ലെ, നമ്മളുടെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ വർക്ക് പ്ലേസില് ഒരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മളുടെ വർക്കറിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയി എന്താണ് അവിടുത്തെ എംപ്ലോയിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് വേണ്ടുന്ന സേഫ്റ്റി, ഹെൽത്ത്, അദ്ദേഹത്തിന് വേണ്ടുന്ന അദ്ദേഹത്തിന് വേണ്ടുന്ന മറ്റ് കാര്യങ്ങളും അല്ലെങ്കിൽ എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജോലി സ്ഥലം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ജോലി സ്ഥലം കൊടുക്കുക, അദ്ദേഹത്തിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുക, അദ്ദേഹത്തിന്റെ ഹെൽത്ത് ഉറപ്പുവരുത്തുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ആക്ട് കൊണ്ടുവന്നത് എന്നുള്ളത് കൂടി ഓർത്തിരുന്നാൽ മതിയാവും. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി, അതിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് പോകണ്ട. അപ്പോൾ 1948 എന്നുള്ള ആ ഒരു ഇയർ കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദാറ്റ് ഈസ്, if the heart is beating and a pulse is felt, continue to give inflation at a rate of dash per minute until natural breathing is restored. ഏതായിരിക്കും വരുന്നുണ്ടാവുക? If the heart is beating and pulse is felt, continue to give inflation at a rate of dash per minute until natural breathing is restored. അതായത് നാച്ചുറൽ ബ്രീത്തിങ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരാൾക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇൻഫ്ലേഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അത് കൊടുക്കുന്ന റേറ്റ് എത്രയാന്നുള്ള ഒരു ജസ്റ്റ് ഐഡിയ മാത്രം മതി. ഓപ്ഷൻ എ കൊടുക്കുന്നത് 5 to 10 times, ഓപ്ഷൻ ബി 2 to 4 times, ഓപ്ഷൻ സി 12 to 16 times, ഓപ്ഷൻ ഡി 20 to 25 times. 12 to 16 12 to 16 ടൈംസ് നമ്മൾ കൊടുക്കാറുണ്ട്. 12 to 16 ടൈംസ് നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട്. അപ്പൊ ഒരു റേഞ്ച് ആണ്, ഓർത്തിരുന്നാൽ മതി. അത് എക്സാക്ട് ഉള്ള വാല്യൂ ഒന്നും അല്ല, ജസ്റ്റ് ഒരു റേഞ്ച് മാത്രമേ അവർ പറയുന്നുള്ളൂ, ഒരു ഉദ്ദേശിക്കുന്നുള്ളൂ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം.
മറ്റൊരു ചോദ്യം ഇതാണ്. ദ ബെസ്റ്റ് വേ ഓഫ് അവോയ്ഡിങ് ആക്സിഡന്റ് ഈസ് ബൈ ഡാഷ്. ദ ബെസ്റ്റ് വേ ഓഫ് അവോയ്ഡിങ് ആക്സിഡന്റ് ഈസ് ബൈ ഡാഷ്. ഓപ്ഷൻ എ പറഞ്ഞത് ഡൂയിങ് വർക്ക് ഇൻ ആൻ ആക്സിഡന്റ് വേ. കറക്റ്റ് ആണോ? ഡൂയിങ് വർക്ക് ഇൻ ആൻ ആക്സിഡന്റ് വേ തെറ്റാണ്. തെറ്റാണ്. ഡൂയിങ് വർക്ക് ഈസ് ഓൺ വേ അല്ലേ? വൺസ് ഓൺ വേ. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുമോ? ഡൂയിങ് വർക്ക് ഇൻ ഓൺസ് ഓൺ വേ തെറ്റാണ്. അത് ഓരോരുത്തർക്കും അവരവരുടെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ അത് ആക്സിഡന്റ് ഉണ്ടാകും. ഒബ്സർവിംഗ് സേഫ്റ്റി റൂൾസ് റിലേറ്റഡ് ടു ജോബ് ആൻഡ് മെഷീൻ. കറക്റ്റ് ആണ്. അത് കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി യൂസിങ് സേഫ്റ്റി എക്യുപ്മെന്റ്. അത് തെറ്റാണ്. അത് തെറ്റാണ് എന്ന് പറയാൻ കാര്യം, സേഫ്റ്റി എക്യുപ്മെന്റ് യൂസ് ചെയ്തത് കൊണ്ട് ആക്സിഡന്റ് ഒഴിവാകുന്നില്ല. ആക്സിഡന്റിന്റെ ഫലമായി വരുന്ന ഇഞ്ചുറീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സേഫ്റ്റി എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആക്സിഡന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സേഫ്റ്റി എക്യുപ്മെന്റ്സ് നമ്മളെ സഹായിക്കാറില്ല. ആക്സിഡന്റ് ഉണ്ടായാൽ നമ്മളുടെ ഇഞ്ചുറിയുടെ ഡെപ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സേഫ്റ്റി എക്യുപ്മെന്റ്സ് നമ്മളെ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഉത്തരം വരേണ്ടത് ഒബ്സർവിംഗ് സേഫ്റ്റി റൂൾസ് റിലേറ്റഡ് ടു ജോബ് ആൻഡ് മെഷീൻ അല്ലേ? നമ്മൾ ഈ പറയുന്ന നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലി എന്താണോ, അല്ലെങ്കിൽ നമ്മൾ ഏത് മെഷീനുമായിട്ടാണോ നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കറസ്പോണ്ടിങ് അതുമായി ബന്ധപ്പെട്ടുള്ള സേഫ്റ്റി റൂൾസുകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാൻ. ചോദ്യം ഇതാണ്. വാട്ട് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ അവോയ്ഡിങ് ആക്സിഡന്റ് ഇൻ എ വർക്ക് പ്ലേസ്? ഒരു വർക്ക് പ്ലേസിൽ ആക്സിഡന്റ് ഒഴിവാക്കാൻ വേണ്ടുന്ന ആദ്യത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഇതൊക്കെ പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഓപ്ഷൻ എ ബൈ വെയറിംഗ് സേഫ്റ്റി എക്യുപ്മെന്റ്. ഓപ്ഷൻ ബി ബൈ ഒബ്സർവിംഗ് സേഫ്റ്റി പ്രിക്കോഷൻ. ഓപ്ഷൻ സി ഡൂയിങ് തിങ്സ് ഈസ് one's own way. Option D doing things with a highly skilled working practice. ഓപ്ഷൻ ഡി തന്നെ നമ്മൾ തൊട്ടു മുന്നേ കണ്ട ക്വസ്റ്റ്യന്റെ മറ്റൊരു ഫോം ആണ് ഈ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ രണ്ടും രണ്ട് രീതിയിൽ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. കോൺസെപ്റ്റ് എല്ലാം ഒന്ന് തന്നെയാണ്. ബൈ ഒബ്സർവിംഗ് സേഫ്റ്റി പ്രിക്കോഷൻ ആണ് നമ്മളുടെ ഉത്തരം വരുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം. വിച്ച് ഈസ് ദ ഇമ്മീഡിയറ്റ് ലൈഫ് സേവിംഗ് പ്രൊസീജിയർ? ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ലൈഫ് സേവിംഗ് പ്രൊസീജിയർ ഏതാണ്? ഫസ്റ്റ് എയ്ഡ്. പറഞ്ഞോളൂ. ഫസ്റ്റ് എയ്ഡ്. സംശയമൊന്നും വേണ്ട. ഫസ്റ്റ് എയ്ഡ് തന്നെയാണ്. സംശയമൊന്നും വേണ്ട. ഫസ്റ്റ് എയ്ഡ് തന്നെയാണ് നമ്മുടെ ഉത്തരം വരുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് എയ്ഡ് ആണ്. സോ ഫസ്റ്റ് എയ്ഡ് ഈസ് ആൻ ഇമ്മീഡിയറ്റ് ആൻഡ് ടെമ്പററി കെയർ given to the victim of an accident. അല്ലെ, ഇത്തരത്തിൽ ആക്സിഡന്റ് ഉണ്ടാവുന്ന ആൾക്ക്, വിക്ടിമിന് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ടെമ്പററി ആയിട്ടുള്ള ഒരു കെയർ ആണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ അതിനുശേഷം ഇത്തരത്തിൽ നമുക്ക് ഡോക്ടേഴ്സിനെ അവൈലബിൾ ആക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, സംശയമൊന്നുമില്ല. മറ്റേ ചോദ്യം. വാട്ട് ഈസ് മീൻ ബൈ reassurance in safety first aid? Reassurance in safety first aid. ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട് റീഅഷുറൻസ് എന്ന് പറയുന്ന ടേം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ പറയുന്നത് സ്റ്റേ വിത്ത് വിക്ടിം ടിൽ ഹെൽപ്പ്. ഓപ്ഷൻ ബി നോട്ട് ടു ഗെറ്റ് പാനിക്. ഓപ്ഷൻ സി സ്പീക്കിംഗ് ടു വിക്ടിം എൻകറേജിംഗ്ലി. ഓപ്ഷൻ ഡി കോൾ മെഡിക്കൽ എമർജൻസീസ്. വാട്ട് ഈസ് മീൻ ബൈ റീഅഷുറൻസ് ഇൻ സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ്? ഇതൊക്കെ വളരെ മനസ്സിലാക്കിയിരിക്കേണ്ട, എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരത്തിലുള്ള പോയിന്റുകൾ വളരെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കയറി വരുന്നുണ്ടാവുക. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കരുതുന്ന പല കാര്യങ്ങളും അന്നേരം നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. സോ വാട്ട് ഈസ് മീൻ ബൈ റീഅഷുറൻസ് ഇൻ സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ്? അപ്പൊ ഇവിടെ ഉത്തരം വരാൻ സാധ്യത ഓപ്ഷൻ ബി, ഓപ്ഷൻ എ സ്റ്റേ വിത്ത് വിക്ടിം ടിൽ ഹെൽപ്പ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ഉത്തരം വരിക റീഅഷുറൻസ് ഇൻ സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ് ടു വിക്ടിം എൻകറേജിംഗ്ലി. ഇത്തരത്തിൽ നമ്മൾ ആക്സിഡന്റ് ഉണ്ടായ ആളുടെ കൂടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിനെ എൻകറേജ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അല്ലെ, അയാളോട്ട് സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടുന്ന പോസിറ്റീവായിട്ട് നിന്നുകൊണ്ട് അദ്ദേഹത്തെ എൻകറേജ് ചെയ്യിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് ഈ റീഅഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സേഫ്റ്റി ഫസ്റ്റ് എയ്ഡിനകത്ത് നമുക്ക് ഈ റീഅഷുറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിക്ടിമിനൊപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ വിക്ടിമിനൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുക എന്നുള്ളതാണ്. അല്ലെ, അദ്ദേഹത്തോട് കൃത്യമായിട്ട് സംസാരിക്കുക, അദ്ദേഹത്തിന് ഒന്നുമില്ലെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുഴപ്പമില്ലെന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ എൻകറേജ് ചെയ്യുന്ന രീതിയിൽ, അദ്ദേഹത്തെ എൻകറേജ് ചെയ്യുന്ന രീതിയിൽ ആളോടൊപ്പം നിന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. ആ ഒരു സ്പീക്കിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീഅഷുറൻസ് എന്ന് പറയുന്നത്. സോ സ്പീക്കിംഗ് ടു വിക്ടിം എൻകറേജിംഗ്ലി എന്നുള്ളതാണ് റീഅഷുറൻസ് എന്ന് പറയുന്ന ടേം നമ്മളുടെ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത് ഓർത്തിരിക്കുക, ഒരു പോയിന്റ് ഓർത്തിരിക്കുക. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അത് എനിക്കൊന്ന് കുറച്ച് പേർക്ക് ഡൗട്ട് വന്നിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ക്ലിയർ അല്ലേ? റീഅഷുറൻസ് എന്ന് പറയുന്ന ടേം.
അതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും മതി. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ ഒരു എന്താണ് ടേമുകളൊക്കെ ജസ്റ്റ് മറ്റ് എക്സാമുകൾക്കൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇത് നമുക്ക് വന്നുകൂടായികയൊന്നുമില്ല, കാര്യം സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, ABC ഓഫ് ഫസ്റ്റ് എയ്ഡ് സ്റ്റാൻഡ്സ് ഫോർ. മിക്കപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ. സംശയമൊന്നും വേണ്ട. ABC ഓഫ് ഫസ്റ്റ് എയ്ഡ് സ്റ്റാൻഡ്സ് ഫോർ ഓപ്ഷൻ സി തന്നെയാണ്. ശ്രദ്ധിക്കുക, ഓപ്ഷൻ സി തന്നെയാണ്. എയർവേ, ബ്രീതിങ് ആൻഡ് സർക്കുലേഷൻ അല്ലെ. ഇത്തരത്തിൽ ആ ആൾക്ക് ഒരു എയർവേ കൊടുക്കുക അല്ലെ. എല്ലാവരും ഒന്ന് മാറി നിന്നുകൊണ്ട് അല്പം കാറ്റ് കിട്ടുന്ന രീതിയിൽ ഒന്ന് സ്പേസ് കൊടുക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് ആള് ബ്രീത്തിങ് ചെയ്യുന്നു നോക്കുക. അതുപോലെ തന്നെ ആളുടെ സർക്കുലേഷൻ, ബ്ലഡിന്റെയൊക്കെ സർക്കുലേഷൻ ഒക്കെ കൃത്യമായിട്ടാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് ABC ഓഫ് ഫസ്റ്റ് എയ്ഡ്. മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ്, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു ചോദ്യമാണ് ABCയുമായി ബന്ധപ്പെട്ട്. എയർവേ, ബ്രീതിങ് ആൻഡ് സർക്കുലേഷൻ ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, അപ്പോൾ എയർവേ, ബ്രീതിങ് ആൻഡ് സർക്കുലേഷൻ, അറ്റൻഷൻ മസ്റ്റ് ഫസ്റ്റ് ബി ബ്രോട്ട് ഇൻ ദ എയർവേ ടു എൻഷുർ ഇറ്റ് ക്ലിയർ. ഇത്തരത്തിൽ ആ ഒരു പാസേജ്, എയർ പാസേജ് ഒക്കെ കൃത്യമായിട്ടുണ്ട് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട്, സഫോക്കേഷൻ ഒക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ആളിനെ എന്താണ് ഒന്ന് അല്പം മാറ്റി നിർത്തി അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള എയർ സർക്കുലേഷൻ നമ്മൾ കൃത്യമായിട്ട് അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. 2 ബ്രീതിങ് ആണ്, ആൾക്ക് കൃത്യമായിട്ട് ബ്രീത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഓർത്തിരിക്കണം, അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 3 സർക്കുലേഷൻ ആണ്. ഇത്തരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആൾക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അത് ഉണ്ടോ എന്നുള്ളത് കൂടി കൃത്യമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ പീരീഡ് ഓഫ് ഗോൾഡൻ അവർ ഇൻ ട്രീറ്റിംഗ് ദ സീരിയസ് കണ്ടീഷൻ ഓഫ് എ പേഴ്സൺ? അപ്പം സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ആ ടൈം എപ്പോഴാണ്? ഓപ്ഷൻ എ പറഞ്ഞോളൂ. ഫസ്റ്റ് 30 minutes. ഫസ്റ്റ് 30 minutes. റൈറ്റ് ആൻസർ ആണ്, സംശയമൊന്നും വേണ്ട. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ആദ്യത്തെ 30 മിനിറ്റ് ആണ് ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. പക്ഷെ അവര് ഒരു അവർ എന്ന് പറയുന്നുണ്ട്, ഗോൾഡൻ അവർ എന്ന് പറയുന്നെങ്കിലും നമ്മളുടെ ഉത്തരം എന്താ? മിനിറ്റിലാണ്. സോ ഫസ്റ്റ് 30 മിനിറ്റ്സ്, ആദ്യത്തെ 30 മിനിറ്റ് വളരെ ക്രൂഷ്യൽ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ആ 30 മിനിറ്റിൽ നമ്മൾ എന്തൊക്കെ ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആളുടെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ആക്സിഡന്റ് നടന്നതിന് ശേഷം ഫസ്റ്റ് 30 മിനിറ്റ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. സോ ദ ഗോൾഡൻ അവർ ഈസ് ദ പീരിയഡ് ഓഫ് ടൈം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എ traumatic injury during which there is an highest likelihood that prompt medical and surgical treatment will prevent death. അല്ലെ, ഇത്തരത്തിൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് 30 മിനിറ്റ്സ് ആണ് നമ്മൾ ഇത്തരത്തിൽ ആഫ്റ്റർ ദ ഇൻസിഡന്റ്, ഈ പറഞ്ഞ ഇൻസിഡന്റ് അല്ലെങ്കിൽ ആക്സിഡന്റ് നടന്നതിന് ശേഷം ഫസ്റ്റ് 30 മിനിറ്റ്സ് ആണ് നമ്മൾ ആ ഒരു ഗോൾഡൻ അവർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ആക്ഷൻ ചെയ്യേണ്ട ഒരു ടൈമാണ് ആ ഒരു ഗോൾഡൻ അവർ അല്ലെങ്കിൽ ഫസ്റ്റ് 30 മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഗോൾഡൻ അവർ എന്ന് പറഞ്ഞ ടേമുമായി ബന്ധപ്പെട്ട്. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് എമർജൻസി നമ്പർ ഓഫ് ദ ഫയർ സർവീസ്? ഫയർ സർവീസിന്റെ എമർജൻസി നമ്പർ എത്രയാണ്? 102. യെസ്, അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 102 തന്നെയാണോ? 101. യെസ്, 101. ഞാൻ കേട്ടത് മറിപ്പോയതാണ്. 101 റൈറ്റ് ആൻസർ ആണ്. ഓപ്ഷൻ സി 101 ആണ്. ഓക്കെ, 100 ഏതായിരുന്നു? പോലീസ്. 102 ഏതായിരിക്കും? 102 ഓർക്കുന്നുണ്ടോ? അത് അപ്ഡേറ്റഡ് ആണ്, റീസെന്റ്. അതായത് നമ്മൾ 2019 അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. 102 ആംബുലൻസ് ആണ് കേട്ടോ, ആംബുലൻസ് ആണ്. 108, 108 ആംബുലൻസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നാഷണൽ ലെവലിൽ 102 എന്ന് പറയുന്നതും ആംബുലൻസ് സർവീസിനുള്ളതാണ്. അതുപോലെ തന്നെ 112 കേട്ടിട്ടുണ്ടോ? 112 എന്ന് പറയുന്നത് എമർജൻസി, നാഷണൽ എമർജൻസി നമ്പർ ആണ്. അപ്പോൾ വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്താൽ മതി. പക്ഷേ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ അല്ലെ, നമ്മൾ മനസ്സിലിരിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ട ഒരു നമ്പർ തന്നെയാണ്. സോ അതുകൊണ്ട് 112 എന്ന് പറയുന്നത് നാഷണൽ എമർജൻസി നമ്പർ, 100 പോലീസ്, 101 ഫയർ, ആംബുലൻസ്, 102 നമുക്ക് അവൈലബിൾ ആണ്. സോ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 4 നമ്പറുകളാണ്, ഒന്ന് ഓർത്തിരുന്നാൽ മതിയാകും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും അത് എടുത്ത് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വാട്ട് സ്റ്റാൻഡ്സ് ഫോർ CPR? നമ്മൾ CPR കൊടുക്കും എന്നൊക്കെ പറയാറുണ്ട് അല്ലെ, CPR ഇൻ ഫസ്റ്റ് എയ്ഡ്. ഈ ഫസ്റ്റ് എയ്ഡില് ഈ CPR എന്ന് പറയുന്നത് നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ബ്രീത്തിങ്ങിനെ നമ്മൾ സഹായിക്കാൻ നമ്മൾ കൊടുക്കുന്നതാണ് CPR അല്ലെ. CPR കൊടുക്കുന്ന കാര്യമൊക്കെ നമ്മൾ അറിയാം. അപ്പോൾ ഈ CPRന്റെ ഫുൾ ഫോം എന്താണ് ഈ CPR എന്ന് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, കാർഡിയോ പൾസ് റീ അഷുറൻസ്. ഓപ്ഷൻ ബി, സർക്കുലേഷൻ പ്രൊമോട്ട് റിക്കവറി. ഓപ്ഷൻ സി, കാർഡിയോ പൾമണറി
സസെപ്റ്റേഷൻ, ഓപ്ഷൻ ഡി കെയർ, പ്രിവെന്റ്, റെസ്ക്യൂ. ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി തന്നെയാണ്. cardio. ഓപ്ഷൻ സി കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ആ വേർഡ് എനിക്ക് കൊടുക്കുന്നുണ്ട് കൂടെ. ഓപ്ഷൻ സി ആണ് നമ്മൾ ഉത്തരം വരിക. ദാറ്റ് ഈസ് CPRന്റെ ഫുൾ ഫോം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ അത് ഒന്ന് ഓർത്തിരുന്നാൽ മതി CPRൻ്റെത്. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം, ഇൻ ദ ഫീൽഡ് ഓഫ് സേഫ്റ്റി OSH സ്റ്റാൻഡ്സ് ഫോർ. ഇത്തരത്തിലുള്ള ഫുൾ ഫോമുകളും മിക്കപ്പോഴും ചോദിക്കാറുണ്ട് ചില ക്വസ്റ്റ്യൻ. ഏതാണ് OSH എന്ന് പറഞ്ഞാല്? Occupational safety and health. Yes, right answer ആണ് occupational safety and health ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ എ തന്നെയാണ്, സംശയമൊന്നും വേണ്ട. OSH stands for in the case of in the field of safety. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് OSH എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം that is occupational safety and health ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. OSH എന്ന് പറയുന്നത് സംശയമൊന്നും വേണ്ട. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, if a person faints due to suffocation, ഇത്തരത്തിൽ നമുക്ക് ആൾക്ക് സഫക്കേഷൻ ആണ്, കൃത്യമായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല, the first aid to be given is dash. Option A, give him a warm drink. Option B, place him on a well ventilated location. Option C, sprinkle cold water on his face. Option D, give him artificial respiration. B. Yes. വളരെ ജനറൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ള എന്താണ്? പ്ലേസ് ഹിം ഓൺ എ വെന്റിലേറ്റഡ് ലൊക്കേഷൻ. കൃത്യമായിട്ട് വെന്റിലേഷൻ ഒക്കെ ഉള്ള ഒരു ലൊക്കേഷനിലേക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തെ മാറ്റുക അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്. മറ്റൊരു ചോദ്യം, വിച്ച് വൺ ഈസ് മെക്കാനിക്കൽ ഒക്കുപേഷണൽ ഹസാർഡ്സ്? മെക്കാനിക്കൽ ഒക്കുപേഷണൽ ഹസാർഡ് ഏതാണ്? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് അൺഗാർഡഡ് മെഷീനറി. ഓപ്ഷൻ ബി വൈബ്രേഷൻസ്. Option C, heat and cold stress. Option D, wrong design of the machine. A, unguarded. Sorry. Yes. അപ്പൊ ഇവിടെ ഉത്തരം എന്താ? മെക്കാനിക്കൽ ഒക്കുപേഷണൽ ഹസാർഡുമായി ബന്ധപ്പെട്ട്. ഓക്കെ, റൈറ്റ് ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്. അൺഗാർഡഡ് മെഷീനറി ആണ്. അൺഗാർഡഡ് മെഷീനറി അല്ലെ, നമുക്കറിയാം മൂവിങ് കമ്പോണൻസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെ ഗാർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അപ്പോൾ അതിനെ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റ് എന്താണ് അൺവാണ്ടഡ് ആയിട്ടുള്ള അവിടെ ഇന്ററാക്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അൺഗാർഡഡ് ആയിട്ടുള്ള മെഷീനറി ആണ് ഒരു ഹസാർഡ് ആയിട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവാറ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അൺഗാർഡഡ് മെഷീനറി ഒരു മെക്കാനിക്കൽ ഹസാർഡ് ആണ്. നോ ഫെൻസിങ്, കൃത്യമായിട്ട് ഫെൻസിങ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നോ സേഫ്റ്റി ഡിവൈസസ്, ആ ഒരു മെഷീനുമായി ബന്ധപ്പെട്ട് സേഫ്റ്റി ഡിവൈസസ് ഒന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നോ കൺട്രോൾ ഡിവൈസസ്, ഇത്തരത്തിൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഡിവൈസസ് ഒന്നും ആ ഒരു മെഷീനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇതൊക്കെ മെക്കാനിക്കൽ ഹസാർഡ്സിൽ വരാൻ സാധ്യതയുള്ളതാണ്. സോ ഇത്തരത്തിലുള്ളതാണ് മെക്കാനിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഹസാർഡ് ഇഫ് ദ വാട്ടർ ഈസ് എക്സ്പോസ്ഡ് ടു harmful element such as heat or moving parts? ഇത്തരത്തിൽ ഏത് തരത്തിലുള്ള ഹസാർഡ് ആണ്? എന്താണ്? വാട്ടർ ഈസ് എക്സ്പോസ്ഡ് ടു harmful elements such as heat or moving parts. Option A കൊടുത്തിരിക്കുന്നത് physical hazard, option B ergonomic hazard, option C chemical hazard, option D non physical hazard. C chemical hazard. Okay. അപ്പോൾ ശ്രദ്ധിക്കാം, ഇതെന്ന് പറഞ്ഞാല് എന്താണ്? ഓപ്ഷൻ എ ഫിസിക്കൽ ഹസാർഡ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓപ്ഷൻ എ ഫിസിക്കൽ, ശ്രദ്ധിച്ചാൽ മതി. ഓപ്ഷൻ എ ഫിസിക്കൽ ഹസാർഡ്സിനകത്താണ് ഇത്തരത്തിൽ ഹീറ്റ് അതുപോലെ തന്നെ കോൾഡ് സ്ട്രെസ്സസ് ഒക്കെ വരാൻ സാധ്യതയുള്ളത് ഫിസിക്കൽ ഹസാർഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നോയിസ് കാരണം ഉണ്ടാവുന്ന ഹസാർഡ്സ് അത് ഫിസിക്കൽ ഹസാർഡ്സ് ആണ്. വൈബ്രേഷൻസ് കാരണം ഉണ്ടാവുന്ന ഹസാർഡ്സ് ഫിസിക്കൽ ഹസാർഡ്സ് ആണ്. റേഡിയേഷൻ കാരണമുള്ളത്, ഇലൂമിനേഷൻ കാരണമുള്ളത്, അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന ടൈപ്പ് എന്താണ്? ഫിസിക്കൽ ഹസാർഡ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ അത് ഒരു പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള ഒരു ചോദ്യം തന്നെയാണ്. അത് ഫിസിക്കൽ ഹസാർഡുമായി ബന്ധപ്പെട്ട് ഹീറ്റ് ആൻഡ് കോൾഡ് സ്ട്രെസ്സസ് അത് കാരണം ഉണ്ടാവുന്ന ഹസാർഡ്സ്, അല്ലെങ്കിൽ ഇപ്പം എന്താണ് ഫിസിക്കലായിട്ടുണ്ടാവുന്ന ചേഞ്ചസ് ആണ്, ഫിസിക്കലായിട്ടുണ്ടാവുന്ന എന്താണ് ഹസാർഡ്സുകളാണ് പ്രധാനമായിട്ടും ഇവിടെ ഉണ്ടാവുക. ദാറ്റ് ഈസ് നോയിസ്, ഹീറ്റ്, വൈബ്രേഷൻ, റേഡിയേഷൻ, ഇലൂമിനേഷൻ ഒക്കെ ഫിസിക്കൽ ഹസാർഡ് ആണെന്നുള്ളതൊന്നും മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ അത് ഒന്ന് ഓർത്തിരുന്നാൽ മതി. സോ ഫിസിക്കൽ ഹസാർഡ് ആണ് ഇത്തരത്തിൽ ഹീറ്റ് അല്ലെങ്കിൽ മൂവിങ് പാർട്സുകളിലൊക്കെ അല്ലെങ്കിൽ ഉണ്ടാവുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഹസാർഡ് ഇഫ് ബോഡി ഈസ് സ്ട്രെയിൻഡ് ഓർ ഇഞ്ചേർഡ്? Body is strained or injured. Option A physical hazard, option B ergonomic hazard, option C chemical hazard, option D non physical hazard. ഏതായിരിക്കും? ആലോചിച്ച് നോക്കി.
ബോഡി സ്ട്രെയിൻ ചെയ്തു. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ബൈക്ക്, ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ 2 ബൈക്ക് ഉണ്ട്. അപ്പം റോയൽ എൻഫീൽഡും ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഹീറോ ഹോണ്ട സ്പ്ലെൻഡറും ഉണ്ട്. അപ്പൊ നമ്മൾ രണ്ടും 100 കിലോമീറ്റർ ഓടിക്കാൻ പോവാണ്. അപ്പം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ബോഡി സ്ട്രെയിൻ ചെയ്യുന്നത് ഏത് ഓടിക്കുമ്പോഴായിരിക്കും? എർഗോണമിക് ഹസാർഡ്, എർഗണോമിക് ഹസാർഡ് എന്ന് പറയാം അല്ലെ. ആ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ ഡിസൈൻ എർഗണോമിക് ഡിസൈൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ബോഡിക്ക് സ്ട്രെയിൻ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ കൃത്യമായിട്ട് നമുക്ക് അത് യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു, അല്ലെങ്കിൽ റൈഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പം അതല്ല എർഗണോമിക് ഡിസൈൻ, എർഗണോമിക് എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ള ഡിസൈൻ കോൺസെപ്റ്റ് ആണ് ഈ പറഞ്ഞ എർഗണോമിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള എർഗണോമിക് ഹസാർഡ്സിനകത്താണ് പുവർ മാനുവൽ ഹാൻഡ്ലിംഗ് ടെക്നിക്സ്, ഇത്തരത്തിൽ എന്താണ് വളരെ മോശമായ രീതിയിലുള്ള ഹാൻഡ്ലിംഗ് ടെക്നിക്സുകൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിൻസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ റോങ് ലേ ഔട്ട് ഓഫ് മെഷീനറീസ് അല്ലെ, ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള രീതിയിലല്ല ആ ഒരു മെഷീനറി ലേ ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞാൽ സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ച് ദൂരെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ആ ഒരു ദൂരം കവർ ചെയ്ത് വേണം നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് മെഷീനറിയുടെ ഒരു ലേ ഔട്ട് വേണ്ടുന്ന ആ ഒരു പ്രോസസ്സിന്റെ അടിസ്ഥാനത്തിലല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇഷ്യൂസ് നമ്മൾ എന്താണ് ഈ പറഞ്ഞ രീതിയിൽ ഫസ്റ്റ് മെഷീനിൽ നിന്നും സെക്കൻഡ് മെഷീനിലേക്ക് പോകുന്നെങ്കിൽ കുറേയധികം ദൂരം സഞ്ചരിക്കണം എന്നിരിക്കട്ടെ. അപ്പൊ അതൊക്കെ നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള എർഗണോമിക് ഹസാർഡ് ആണ്. ദെൻ റോങ് ഡിസൈൻ, നമ്മളുടെ ആ ഒരു ഡിസൈൻ തന്നെ റോങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ പുവർ ഹൗസ് കീപ്പിംഗ്, അവിടെ വൃത്തിയായിട്ട് അത് ആ ഒരു എൻവയോൺമെന്റ് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഓക്വേർഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന രീതിയിൽ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള രീതിയിലായിരിക്കും ആ മെഷീൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ചിലർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഒരു വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്യൂട്ട് ആവാത്തുള്ള ഒരു പൊസിഷനിൽ നിന്ന് നമുക്ക്, ഫോർ എക്സാമ്പിൾ വെൽഡ് ചെയ്യുന്ന സമയത്തൊക്കെ, ഇപ്പൊ വെൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ പെയിന്റിങ് വർക്ക് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ ഓക്വേർഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില പൊസിഷനൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഇരുന്ന് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള എന്താണ് ഓക്വേർഡ് പൊസിഷനിൽ നിന്ന് ജോലി ചെയ്യുക, അല്ലെങ്കിൽ റോങ് ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് പർട്ടിക്കുലർ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ വരുമ്പോൾ എർഗണോമിക് ഹസാർഡ്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതൊക്കെയാണ് എർഗണോമിക് ഹസാർഡ്സ്. ഹസാർഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഹസാർഡ്സ് കൺഫ്യൂസിങ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു എക്സാമ്പിൾസ് ഇതുപോലെ തന്നെ നമുക്കൊരു ഐഡിയ വേണം. ഈ പറയുന്ന എർഗണോമിക് ഹസാർഡ് ഏതാണ്, ഫിസിക്കൽ ഹസാർഡ് ഏതാണ്, മെക്കാനിക്കൽ ഹസാർഡ്സ് ഏതാണെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ നമുക്ക് വേണം. അപ്പോൾ ഫിസിക്കൽ ഹസാർഡ്സ്, കെമിക്കൽ ഹസാർഡ്സ്, ബയോളജിക്കൽ ഹസാർഡ്സ്, അതുപോലെ തന്നെ എന്താണ് ഫിസിയോളജിക്കൽ ഉണ്ട്, സൈക്കോളജിക്കൽ ഉണ്ട്, ദെൻ മെക്കാനിക്കൽ ഹസാർഡ്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്. എർഗണോമിക് ഹസാർഡ്സ് ആണ് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ കെമിക്കലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് അല്ലെങ്കിൽ ഗ്യാസസ്, അതുപോലെ തന്നെ എക്സ്പ്ലോസീവ്സ്, ടോക്സിക്, കൊറോസീവ്, റേഡിയോ ആക്റ്റീവ് ഒക്കെ നമുക്ക് കെമിക്കൽ ആയിട്ടുള്ള ഹസാർഡ്സിലൊക്കെ പെടുത്താൻ സാധിക്കും അല്ലെ. ഇൻഫ്ലേമബിൾ, അതുപോലെ തന്നെ പെട്രോളിയം പ്രോഡക്ട്സ് ലൈക്ക് എക്സ്പ്ലോസീവ്സ്, ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസുകൾ, അതുപോലെ തന്നെ ക്രോസീവ് നേച്ചറുള്ള ടൈപ്പ് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റുകൾ അല്ലെങ്കിൽ മെറ്റീരിയലുകളൊക്കെ കെമിക്കൽ ഹസാർഡ്സിനകത്ത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് അല്ലെങ്കിൽ ഫംഗി അല്ലെങ്കിൽ പ്ലാന്റ് പെസ്റ്റ്, ഇൻഫ്ലേഷൻ, അങ്ങനെയുള്ള ഫോർ എക്സാമ്പിൾ കൊറോണ വൈറസുകൾ നമുക്കറിയാം ഒരു ബയോളജിക്കൽ ഹസാർഡ് ആയിരുന്നു നമ്മളെ സംബന്ധിച്ചോളം. അപ്പൊ അങ്ങനെ എന്താണ് വൈറസ്, ബാക്ടീരിയ, ഫംഗി, പ്ലാന്റ് പെസ്റ്റ്, അതുപോലെ ഇൻഫ്ലേഷൻസ് ഒക്കെ നമുക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് ബയോളജിക്കൽ ഹസാർഡ്സിനകത്ത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ഫിസിയോളജിക്കലിനകത്ത് വരുന്നത് ഓൾഡ് ഏജ്, ഇൽ ഹെൽത്ത്, സിക്നസ്, ഫറ്റീഗ്, നമുക്ക് പ്രായത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും, ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഹസാർഡാണ്. ഹെൽത്ത് സുഖമല്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ സിക്നസ്, ഫറ്റീഗ് അല്ലെ, ഒരേ ജോലി തന്നെ കുറെ അധികം നേരം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫറ്റീഗ് വരുന്നുണ്ടാകും. അപ്പൊ അത് കുറെ അധികം നേരം ഇരുന്ന് ചെയ്യുന്ന ജോലിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. കുറെ അധികം നേരം നിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഒരേ കാര്യം തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഫറ്റീഗ് വരുന്നുണ്ടാകും. സോ നമ്മൾ റെസ്റ്റ് എടുത്ത് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നമ്മളത് ജോലി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ എന്താണ് ഇത്തരത്തിലുള്ളത് ഫിസിയോളജിക്കൽ ഹസാർഡ്സിനകത്ത് നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. ദെൻ സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ റോങ് ആറ്റിറ്റ്യൂഡ് അല്ലെ, നമുക്ക് പൊതുവെ ആറ്റിറ്റ്യൂഡ് നമുക്ക് പല ആൾക്കാർക്കും നമുക്കറിയാം, ഇത്തരത്തിൽ ചിലപ്പോൾ നമ്മളുടെ ആ ഒരു ജോലി നമുക്ക് ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി ആയിരിക്കും നമ്മൾ ആ ഒരു ജോലിക്ക് വന്നിട്ടുണ്ടാവുക. അങ്ങനെ ആറ്റിറ്റ്യൂഡ് മോശമാണെന്നുണ്ടെങ്കിൽ നമ്മളും കൂടെ ഉള്ളവരും തന്നെ എന്താണ് മടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ടാകും. അതുപോലെ തന്നെ സ്മോക്കിംഗ്, ദെൻ ആൽക്കഹോളിസം, അതുപോലെ തന്നെ അൺസ്കിൽഡ്, ദെൻ പുവർ ഡിസിപ്ലിൻ,
ഇമോഷണൽ ഡിസ്റ്റർബൻസ് അല്ലെ, നമ്മുടെ ഫാമിലി ഇഷ്യൂസ് ചിലപ്പോൾ നമ്മളുടെ ജോലി സ്ഥലത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ ഡിസിപ്ലിനിന്റെ മോശം കാരണം നമുക്ക് കുറച്ച് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഹസാർഡ്സ്, എങ്ങനെയെങ്കിലും ആ ഒരു മറ്റൊരു ജോലിയിലേക്ക് പോയാൽ മതി എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഹസാർഡ്സ്, സ്മോക്കിംഗ്, ആൽക്കഹോളിസം, അതുപോലെ തന്നെ അൺസ്കിൽഡ് ആയിട്ടുള്ള നമുക്ക് അത്ര പർട്ടിക്കുലർ ജോബിന് നമ്മൾ അത്ര സ്കിൽഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യും, ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു ജോലിക്ക് ആപ്റ്റ് അല്ല എന്ന് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കേസസ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അത്തരത്തിലുള്ള ഹസാർഡിനെയാണ് നമ്മൾ സൈക്കോളജിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. ദെൻ ഇലക്ട്രിക് ഹസാർഡ്സ് പറയുമ്പോൾ നോ എർത്തിങ്, നമ്മൾ എർത്തിങ് ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം എർത്തിങ് നമ്മൾ കൊടുക്കാറുണ്ട്, എക്സസ് ആയിട്ട് വരുന്ന കറണ്ടിനെ നമ്മൾ താഴേക്ക് കൊടുക്കാൻ വേണ്ടി എർത്തിങ് കൊടുക്കാറുണ്ട്. സോ അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട്, എന്താണ് കറണ്ട് ലീക്കേജ്, ഓപ്പൺ വയർ, നോ ഫ്യൂസ് ഓർ കട്ട് ഓഫ് ഡിവൈസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ ഹസാർഡ്സിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് പോയിന്റുകളാണ്. അപ്പൊ പ്രോപ്പറായിട്ട് എർത്തിങ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ, കറണ്ട് ലീക്കേജ് വന്നു കഴിഞ്ഞാൽ, വയറൊക്കെ ഓപ്പൺ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമുക്ക് കോൺടാക്റ്റിൽ വരുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഫ്യൂസസോ അല്ലെങ്കിൽ കട്ട് ഓഫ് ഡിവൈസസോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ അവിടെ ഇലക്ട്രിക്കൽ ഹസാർഡ്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഹസാർഡ്സുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഹസാർഡ്സ് ഓക്കെ ആണോ? ഹസാർഡ്സ് എന്ന് പറഞ്ഞ ടോപ്പിക് ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പൊ അത് ക്വസ്റ്റ്യൻ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ നമ്മളൊരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും ടോപ്പിക്ക് നമ്മൾ ക്ലിയർ ചെയ്തങ്ങ് പോവാം. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ പറഞ്ഞു പോകും. അപ്പൊ അതൊന്ന് റിഫ്രഷ് ചെയ്ത് നിന്നാൽ മതി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എല്ലാ പോയിന്റൊന്നും ആഡ് ചെയ്യത്തില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന പോയിന്റ് നിങ്ങൾ ഇങ്ങോട്ട് പറയുക. അപ്പോൾ മൊത്തത്തിൽ എന്താണ് അത് ഇന്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പോ ഡിഗ്രി ഓഫ് ഫ്രീഡം ഫ്രം ഹാം ഓർ ഡേഞ്ചർ ഈസ് ഡാഷ്. ഡിഗ്രി ഓഫ് ഫ്രീഡം ഫ്രം ഹാം ഓർ ഡേഞ്ചർ ഈസ് ഡാഷ്. ഹെൽത്ത്, ആക്സിഡന്റ്, സേഫ്റ്റി, PPE ഏതായിരിക്കും? സേഫ്റ്റി. സംശയമൊന്നും വേണ്ട. സേഫ്റ്റി വളരെ ജനറൽ ആയിട്ടുള്ള ഒരു എന്താണ് ഡെഫിനിഷൻ ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം ഫ്രം ഹാം ഓർ ഡേഞ്ചർ ഈസ് കോൾഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. സംശയമൊന്നുമില്ല. മറ്റു ചോദ്യം, വിച്ച് വൺ ഈസ് പേഴ്സണൽ സേഫ്റ്റി? ഇതിനകത്ത് ഏതാണ് പേഴ്സണൽ സേഫ്റ്റി എന്ന് പറയുന്നത്? ഇപ്പൊ ജനറൽ സേഫ്റ്റി ഉണ്ട്, പേഴ്സണൽ സേഫ്റ്റി ഉണ്ട്, മെഷീൻ സേഫ്റ്റി ഉണ്ട്. തന്നിരിക്കുന്നതിനകത്ത് ഏതാണ് പേഴ്സണൽ സേഫ്റ്റി? യെസ്, റൈറ്റ് ആൻസർ ആണ്. ഒന്നുമില്ല, കോൺസെൻട്രേറ്റ് ഓൺ യുവർ വർക്ക് അല്ലെ. നമ്മളുടെ വർക്കിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പൊ അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പേഴ്സണൽ സേഫ്റ്റി, നമ്മളുടെ തന്നെ വർക്കിൽ നമ്മൾ എല്ലായ്പ്പോഴും കോൺസെൻട്രേറ്റ് തന്നെ ചെയ്യാം. അപ്പോൾ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല, സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഓപ്ഷൻ സി തന്നെയാണ് ഉത്തരം വരുന്നുണ്ടാവുക. കീപ് മെഷീൻ ക്ലീൻ, അത് പേഴ്സണൽ സേഫ്റ്റി ഒന്നും അല്ല. കീപ് ഗാങ് വേ ആൻഡ് ഫ്ലോർ ക്ലീൻ, അതുപോലെ തന്നെ കീപ് ദ ടൂൾ ആൻഡ് ദെയർ പ്രോപ്പർ പ്ലേസ്. ഓക്കെ, ഇതൊക്കെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളതാണ്. മറ്റു ചോദ്യത്തിലേക്ക് വരാം. ഫയർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഓക്സിജൻ, ഫ്യൂവൽ ആൻഡ് ഡാഷ്. സ്പാർക്ക്, ലിക്വിഫൈഡ് കെമിക്കൽ, ഹീറ്റ്, ഹസാർഡസ് മെറ്റീരിയൽ. യെസ്. അപ്പൊ നമുക്കറിയാം ഫയർ എന്ന് പറയുന്ന ഫയർ ട്രയാങ്കിളിനകത്തുണ്ടല്ലേ, നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഫയർ ട്രയാങ്കിൾ പഠിച്ചിട്ടുണ്ടാകും. ഫയർ ട്രയാങ്കിളിനകത്ത് നമുക്കറിയാം എന്താണ് ഹീറ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ എന്താണ് കത്താൻ നമ്മളെ സഹായിക്കുന്ന ഓക്സിജൻ ഉണ്ടാകും, പ്ലസ് നമുക്ക് എന്താണ് ഫ്യൂവൽ അല്ലെ, കത്തുന്ന ഫ്യൂവൽ ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ ഈ മൂന്ന് കാര്യങ്ങളോടെ ചേർന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഈ പറയുന്ന ഫയർ ഫോം ചെയ്യുള്ളൂ അല്ലെ, ഫയർ ഫോം ചെയ്യുള്ളൂ. സോ അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ഫയർ ഈസ് മെയ്ഡ് ടു സ്റ്റാവ് ബൈ റിമൂവിംഗ് ഡാഷ്. ഫയർ ഈസ് മെയ്ഡ് ടു സ്റ്റാവ് ബൈ റിമൂവിംഗ് ഡാഷ്. ഓക്സിജൻ, ഫ്യൂവൽ, ഹീറ്റ്, ഫയർ. ഫ്യൂവൽ. സംശയമൊന്നും വേണ്ട, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് സ്റ്റാർവിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതായത് നമുക്ക് ഈ പറയുന്ന ഫയറിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫയറിനെ തീ അണയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ 3 രീതിയിൽ നമുക്ക് അണയ്ക്കാം. 3 രീതി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. അതായത് ഫയർ കൺസിസ്റ്റ് ഓഫ്, ഫയർ എന്ന് പറയുന്നത് എന്താണ് ബേസിക്കലി നമുക്കറിയാം, ഹീറ്റ് അവിടെ ഉണ്ടാകും, ഹീറ്റ് വേണം, പ്ലസ് ഓക്സിജൻ വേണം, പ്ലസ് നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഹീറ്റും ഓക്സിജനും, പിന്നെന്താ വേണ്ടുന്നത്, ഫ്യൂവൽ അല്ലെ, ഫ്യൂവലും വേണം. ഈ പറഞ്ഞ രീതിയിൽ ഇത് 3 കൂടെ കമ്പൈൻ ചെയ്താൽ മാത്രമേ എന്ത് ഫോം ചെയ്യുള്ളൂ, നമ്മളെ ഈ പറയുന്ന നമ്മളുടെ ഈ ഫയർ ഫോം ചെയ്യുള്ളൂ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇത് ഈ 3-ൽ നിന്നും ഒരെണ്ണം മാറ്റിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഹീറ്റ്, ഓക്സിജൻ, ഫ്യൂവൽ, ഇതിൽ നിന്ന് ഫ്യൂവൽ ഞാൻ അങ്ങ് മാറ്റുകയാണ്. അപ്പൊ എന്ത് ചെയ്യും, ഫയർ അണയും അല്ലെ, അല്ലെങ്കിൽ തീ അണയും. ഈ ഫ്യൂവൽ അല്ല, ഞാൻ അതിന് പകരം ഓക്സിജൻ ആണ് മാറ്റുന്നുണ്ടെങ്കിൽ വീണ്ടും ഫ്യൂവൽ അല്ലെങ്കിൽ ഫയർ അണയും. ഇത് രണ്ടും കൊണ്ട് ഹീറ്റ് ആണ് ഞാൻ മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അവിടെ എന്താണ് ആ പറഞ്ഞ ഫയർ ഉണ്ടാവില്ല. അപ്പൊ ഈ 3 കാര്യങ്ങളൂടെ ചേർന്നാൽ മാത്രമേ ഫയർ ഉണ്ടാവുകയുള്ളൂ. ഈ പറയുന്ന ഓരോന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഫയർ എന്ത് ചെയ്യുന്നുണ്ടാവും, നമുക്ക് അവിടുന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഫയറിനെ നമുക്ക് കട്ട് ഓഫ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഫയറിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ സാധിക്കും.
അപ്പോൾ ഇവിടെ സ്റ്റാർവിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ നിന്നും ഫ്യൂവലിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ബൈ റിമൂവിങ് ഫ്യൂവൽ ആണ് സ്റ്റാർവിംഗ് എന്ന് പറയുന്നത്. റിമൂവിങ് ഫ്യൂവൽ ആണ് സ്റ്റാർവിംഗ് എന്ന് പറയുന്നത്. ഇനി കൂളിംഗ് എന്ന് പറയുന്ന പ്രോസസ് ആണെങ്കിലോ, കൂളിംഗ് എന്ന് പറയുന്ന പ്രോസസ് ആണെങ്കിൽ എന്തായിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക? എന്തിനായിരിക്കും റിമൂവ് ചെയ്യുന്നുണ്ടാവുക? കൂളിംഗ്, ഹീറ്റ്, സംശയമൊന്നുമില്ല അല്ലെ? കൂളിംഗ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആണ്. ദെൻ മറ്റൊരു ടൈമാണ് സ്മൂതറിംഗ്. സ്മൂതറിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഐസൊലേറ്റിംഗ് ദ ഫയർ ഫ്രം സപ്ലൈ ഓഫ് ഓക്സിജൻ. ഇത്തരത്തിൽ എന്താണ് ഈ പറയുന്ന രീതിയിൽ ഓക്സിജന്റെ സപ്ലൈ കട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ, വിത്ത് ബ്ലാങ്കറ്റ് ഓഫ് ഫോം. ഇതൊന്നെങ്കിൽ സാൻഡ് കൊണ്ടോ അല്ലെങ്കിൽ ഫോം അല്ലെ, നമ്മുടെ ഫോം കൊണ്ടോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സർഫസിന് മുകളിൽ ഒരു ബ്ലാങ്കറ്റ് കൊടുക്കുക. ബ്ലാങ്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പറഞ്ഞ ഇതിൽ പുറത്തുള്ള ഓക്സിജനുമായിട്ടുള്ള കോണ്ടാക്ട് നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ അവിടെ തീ അണയും എന്നുള്ളതാണ്. അങ്ങനെ 3 രീതിയിലാണ് നമുക്ക് ഫയറിനെ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ സാധിക്കുന്നത്. 1 സ്റ്റാർവിംഗ്, 2 സ്മൂതറിംഗ്, 3 കൂളിംഗ്. സ്റ്റാർവിംഗ് എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ അവിടെ നിന്ന് മാറ്റുക. സ്മൂതറിംഗ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ, കത്താൻ സഹായിക്കുന്ന ഓക്സിജനെ മാറ്റുക. കൂളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടറിന്റെ സഹായത്തോടു കൂടി ടെമ്പറേച്ചർ കുറയ്ക്കുക, ദാറ്റ് ഈസ് ഹീറ്റ് റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കുക. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് എടുത്ത് പറയുന്നുണ്ട്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ക്ലാസ് എ ഫയർ ഇൻക്ലൂഡ്സ് ഫ്ലേമബിൾ ലിക്വിഡ് സച്ച് ആസ് ഗ്യാസോലിൻ, പെട്രോളിയം അതുപോലെ തന്നെ ഗ്രീസസ് എക്സെട്ര, or oil based paints, solvent, alcohol, etc. Correct ആണോ? തെറ്റാണ്. യെസ്. ക്ലാസ് എ ഫയറിൽ ഇത്തരത്തിലുള്ള ഫ്ലേമബിൾ ലിക്വിഡ്സ്, ഫോർ എക്സാമ്പിൾ ഗ്യാസോലിൻ, അതുപോലെ തന്നെ പെട്രോളിയം ഗ്രീസ്, ടാറ്, ഓയിൽസ്, ഓയിൽ ബേസ്ഡ് പെയിന്റ്സ്, സോൾവെന്റ്സ്, ആൽക്കഹോൾസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. കറക്റ്റ് ആണ്. ഇത്തരത്തിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലിക്വിഡ്സ് ഒക്കെ ഏത് ക്ലാസ്സിനകത്താണ് വരുന്നുണ്ടാവുക? ക്ലാസ് ബി. യെസ്, ക്ലാസ് ബി റൈറ്റ് ആണ്. ക്ലാസ് ബിക്കകത്താണ് ഇത്തരത്തിലുള്ള ഫ്ലെയിമബിൾ ലിക്വിഡ്സ് ലൈക്ക് പെട്രോള്, ഡീസൽ അങ്ങനെയുള്ള കെറസിൻ ഒക്കെ വരുന്നുണ്ടാവുക. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് പറയാം ഇത് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. ക്ലാസ് എ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, വുഡ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പേപ്പർ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണ്. സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയലുകളാണ് പൊതുവെ ക്ലാസ് എ വരുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. ക്ലാസ് എ ഫയർ വിൽ ലീവ് ആഷസ്. കറക്റ്റ് ആണ്. ഈ പറഞ്ഞ ഇതിൽ ഫോർ എക്സാമ്പിൾ വുഡ് കത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താണ്, ആഷസ് കിട്ടുന്നുണ്ടാവും. പേപ്പർ കത്തിയാൽ അവിടെ ആഷസ് കിട്ടും. ക്ലോത്തുകൾ കത്തിയാൽ നമുക്ക് ആഷസ് കിട്ടും. അപ്പോൾ ക്ലാസ് എ ഫയർ വിൽ ലീവ് ആഷസ് എന്ന് പറയുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. മറ്റൊരു സ്റ്റേറ്റ്മെന്റ്, ക്ലാസ് എ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് കണ്ടെയ്ൻ വാട്ടർ. ക്ലാസ് എ ഫയർ, യെസ്, അതും തന്നെയാണ്. ഇത്തരത്തിൽ വാട്ടർ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള, വാട്ടർ ഫിൽഡ് ആയിട്ടുള്ള എക്സ്റ്റിംഗ്വിഷറുകളാണ് ക്ലാസ് എക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഡ്രൈ പൗഡർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഈസ് സൂട്ടബിൾ ഫോർ ക്ലാസ് എ ഫയർ. അത് തെറ്റാണ്. അത് നമ്മൾ പ്രിഫറബിൾ അല്ല. കാര്യം ഈ പറയുന്ന ഇതിൽ ക്ലാസ് എ ഫയറിൽ പ്രധാനമായിട്ടും നമ്മൾ പ്രിഫർ ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാട്ടർ ഫിൽഡ് ആയിട്ടുള്ള എന്താണ് എക്സ്റ്റിംഗ്വിഷേഴ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. സോ ഇവിടെ ബിയും സിയും ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടാവുക. ബാക്കി രണ്ടും തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റുകളാണ് രണ്ടും. സോ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ, ബി ആൻഡ് സി. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഫയർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് മനസ്സിലാക്കേണ്ട പോയിന്റ് ആണ് ഇവിടെ ഉള്ളത്. ഇത് മാത്രം നമുക്ക് അത്യാവശ്യം മനസ്സിലാക്കിയിരുന്നാൽ മതിയാകും. ക്ലാസ് എ, ബി, സി, ഡി എന്ന് പറയുന്ന 4 രീതിയിലാണ് പ്രധാനമായിട്ടും ക്ലാസിഫിക്കേഷൻ വരുന്നത്. മറ്റ് ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട് എങ്കിൽ തന്നെയും പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടത് ക്ലാസ് എ, ബി, സി, ഡി ആണ്. എ എന്ന് പറയുന്നതാണ് വുഡ്, പേപ്പർ, ക്ലോത്ത് അങ്ങനെ സോളിഡ് മെറ്റീരിയൽ ആണ് ക്ലാസ് എ എന്ന് പറയുന്നത്. ക്ലാസ് എ എന്ന് പറയുന്ന മെറ്റീരിയൽ കത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താണ് എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടർ ഫിൽഡ് ആയിട്ടുള്ള എക്സ്റ്റിംഗ്വിഷേഴ്സ് ആണ്. അപ്പൊ ഇതേ ഉള്ളൂ ക്ലാസ് എയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ വുഡ്, പേപ്പർ, ക്ലോത്ത് ഒക്കെ കത്തുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും, അണയ്ക്കുന്നുണ്ടാകും, തീ കെടുത്തുന്നുണ്ടാവും അല്ലെങ്കിൽ തീ അണയ്ക്കുന്നുണ്ടാകും. അപ്പൊ അത് ക്ലാസ് എ ആണ്, ക്ലാസ് എ ടൈപ്പ് ഫയർ ആണ് എന്നുള്ള ഓർത്തിരിക്കാം. ക്ലാസ് ബി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഫയർ ലൈക്ക് ഫ്ലേമബിൾ ലിക്വിഡ്സ്, ലിക്വിഫൈഡ് സോളിഡ്സ് അല്ലെങ്കിൽ എന്താണ് പെട്രോളിയം പ്രൊഡക്ട്സുകൾ, കെറസിന് അല്ലെങ്കിൽ എന്താണ് ഡീസൽ അങ്ങനെയൊക്കെയുള്ള ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഫയറുകളാണ് ക്ലാസ് ബി എന്ന് പറയുന്നത്. അപ്പൊ ബിയിൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോം ടൈപ്പുകളാണ് അല്ലെ. ഫോം ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കാര്യം ആ ഒരു സർഫസിന് ഇപ്പം ലിക്വിഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒഴുകി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സർഫസിന് മുകളിലേക്ക് ഫോം, നമ്മുടെ പത പോലെ ഫോം വന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ പറയുന്ന ഓക്സിജന്റെ
ആ ഒരു കോണ്ടാക്ട് അവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ടാകും. അങ്ങനെ ഫോം ടൈപ്പ് യൂസ് ചെയ്യാറുണ്ട്. ഡ്രൈ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷറും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്ലാസ് ബി ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. ക്ലാസ് സിയിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും ഗേഷ്യസ് ആയിട്ടുള്ള ഗ്യാസ് അല്ലെങ്കിൽ ലിക്വിഫൈബിൾ ഗ്യാസ് ആണ്. ഇപ്പൊ LPG അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഓക്സി അസെറ്റിലിൻ ഗ്യാസസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്സി അസെറ്റിലിൻ വെൽഡിങ്ങിനകത്തൊക്കെ നമ്മൾ അസെറ്റിലിന്റെ ഒക്കെ എന്താണ് ഗേഷ്യസ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ രീതിയിൽ നമ്മൾ അത് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ക്ലാസ് സി ടൈപ്പ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഗ്യാസ് ആൻഡ് ലിക്വിഫൈബിൾ ഗ്യാസ് ആണ്. നമ്മളവിടെ യൂസ് ചെയ്യുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്രൈ പൗഡർ ആണെന്നുള്ള ഓർത്തിരിക്കാം. സത്യത്തിൽ ഡ്രൈ പൗഡേഴ്സ് ആണ് നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. ക്ലാസ് ഡിയിലേക്ക് വരുന്ന സമയത്ത് മെറ്റൽസ് ആൻഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ആണ്. മെറ്റൽസ്, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെന്റുകളൊക്കെ കത്തുന്ന സമയത്ത് നമ്മൾ അവിടെ വെള്ളമൊന്നും ഒഴിക്കാൻ നിൽക്കരുത്. അവിടെ കാർബൺ ഡൈ ഓക്സൈഡോ അല്ലെങ്കിൽ ഡ്രൈ പൗഡറോ അല്ലെങ്കിൽ ഹാലോൺ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അത്തരത്തിൽ ഹാലോൺസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ അത്തരത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളതാണ്. മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലാസ് ഓഫ് ഫയർ കൊടുത്തിട്ടുണ്ട് ABD കൊടുത്തിട്ടുണ്ട്, ABD. ടൈപ്സ് ഓഫ് ഫയറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഒന്നാമത്തെ നോക്കാം. കമ്പസ്റ്റബിൾ മെറ്റൽ സച്ചസ് മാഗ്നീഷ്യം, ടൈറ്റാനിയം, പൊട്ടാസ്യം. മെറ്റൽസ് സച്ചസ് ഏതായിരിക്കും പറഞ്ഞോളൂ. ക്ലാസ് ബി. ഇത്തരത്തിൽ മെറ്റൽസ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്, മെറ്റൽസ് ഒക്കെ ക്ലാസ് ബി ആണ്. Then flammable liquids such as gasoline, petroleum, grease, tar, oil based paints, class B. Ordinary combustibles such as wood, cloth, paper, rubber, class A. സംശയമില്ല, കഴിഞ്ഞു. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. അപ്പോൾ ഇവിടെ A വന്നിട്ട് 3, A അല്ലെങ്കിൽ ഒന്നാമതായിട്ടുള്ളത് 3, 2, 2, 3, 1. ഓക്കെ, ഫൈൻ. ഓക്കെ, ഓപ്ഷൻ ഡി തന്നെയാണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മൾ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യം. Which fire extinguisher is suitable for live electrical fire? ഹാലോൺസ് ആണ് അല്ലെ. ഇത്തരത്തിൽ ഹാലോൺസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, മറ്റൊരു ചോദ്യം. Which type of extinguisher has a hard horn on the end of the flexible hose or metal arm? Carbon dioxide. അതന്നെ കാർബൺ ഡൈ ഓക്സൈഡ്. സംശയമൊന്നും വേണ്ട. ഹാർഡ് ഹോൺ ആയിട്ടുള്ള രീതിയിൽ, അതായത് ഈ പറഞ്ഞ രീതിയിൽ നമ്മളുടെ ആ ഒരു സിലിണ്ടറിന്റെ പുറത്തുനിന്ന് നമ്മൾ എന്താണ് പുറത്തേക്ക് വരുന്നുണ്ടാകും. സോ പുറത്തേക്ക് വരുമ്പോൾ ഒരു ഹാർഡ് ഹോൺ എന്ന രീതിയിലായിരിക്കും നമ്മൾ ആ ഒരു ഔട്ട്പുട്ട് വരുന്നുണ്ടാവുക. സോ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. സോ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഹോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. യൂണിവേഴ്സൽ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നതും നമ്മളുടെ കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. നമുക്ക് എവിടെയും നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഷേപ്പ്ഡ് ഡിസ്ചാർജ് ഹോൺ, ഇത്തരത്തിലൊരു ഡിസ്റ്റിങ്റ്റീവ്ലി ഷേപ്പ്ഡ് ഡിസ്ചാർജ് ഹോൺ ആണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെ. സോ വെൽഡിംഗ്, മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത് വെൽഡിംഗ് വർക്ക്ഷോപ്പുകളിൽ യൂസ് ചെയ്യുന്ന ഇതാണ് നമ്മളുടെ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഏതാണ്? ദാറ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ് ടൈപ്പ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. വിച്ച് ടൈപ്പ് ഓഫ് എക്സ്റ്റിങ്ക്വിഷർ യൂസ്ഡ് ഇൻ വെൽഡിംഗ് വർക്ക്ഷോപ്പ്? മറ്റു ചോദ്യം. Which extinguisher for the fire is most suitable for class C fire? Class C. Dry powder. ഡ്രൈ പൗഡർ. ക്ലാസ് സി എന്ന് പറയുന്ന ഡ്രൈ പൗഡർ, ക്ലാസ് ഡി എന്ന് പറയുന്ന ഹാലോൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്ലാസ് ബി എന്ന് പറയുന്നതാണെങ്കിൽ ഫോം ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കോമൺ ആയിട്ട് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യം. Which type of extinguisher has fork shaped nozzle at the end of flexible hose? ഡ്രൈ പൗഡർ, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, ഏതായിരിക്കും? ഡ്രൈ പൗഡർ ആണെങ്കിൽ അവിടെ ഫോർക്ക് ഷേപ്ഡ് നോസിൽ ഉണ്ടാകും. ഇത്തരത്തിൽ ഫോർക്ക് ഷേപ്ഡ് നോസിൽ ആയിരിക്കും ഉണ്ടാവുക. സോ ദ മെയിൻ ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചർ ഓഫ് ദിസ് ഫോർക്ക് ഷേപ്ഡ് നോസിൽ ആണ് പ്രധാനമായിട്ടും ഡ്രൈ പൗഡറിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഡെവലപ്ഡ് ടു ഡീൽ വിത്ത് ക്ലാസ് ബി, സി, ഡി ഫയറുകൾക്കൊക്കെ നമ്മൾ സാധാരണ ഡ്രൈ പൗഡർ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. മറ്റൊരു ചോദ്യം. വിച്ച് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഫിൽഡ് വിത്ത് കാർബൺ ടെട്രാക്ലോറൈഡ് ആൻഡ് ബ്രോമോക്ലോറോ ഡൈഫ്ലൂറോമീഥെയിൻ BCF? വേണ്ട, ഹാലോൺ. അപ്പൊ ഹാലോൺ എക്സ്റ്റിംഗ്വിഷറിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് എന്താണ്? ദാറ്റ് ഈസ് കാർബൺ ടെട്രാക്ലോറൈഡ് ആൻഡ് ബ്രോമോക്ലോറോ ഡൈഫ്ലൂറോമീഥെയിൻ, BCF എന്ന് പറയുന്നു. അതൊന്നും ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പം
ഹാലോൺ എക്സ്റ്റിംഗ്വിഷർ ആണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഹാലോൺ എക്സ്റ്റിംഗ്വിഷർ എന്താണ് കൺഫൈൻഡ് സ്പേസിൽ യൂസ് ചെയ്യാറില്ല. അതായത് ഇപ്പം അടച്ചിട്ട ഒരു റൂമിനകത്ത് നമ്മൾ നേരത്തെ കണ്ടു ക്ലാസ് ഡി ഫയറിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യാറ്. ഫോർ എക്സാമ്പിൾ ഒരു കമ്പ്യൂട്ടർ ലാബ് എന്നിരിക്കട്ടെ, ഒരു കമ്പ്യൂട്ടർ ലാബ് നമുക്കറിയാം അത് എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു കമ്പ്യൂട്ടർ ലാബിനുള്ളിൽ ഫോർ എക്സാമ്പിൾ എന്താണ് ഒരു ഫയർ വന്നു എന്നിരിക്കട്ടെ. അപ്പൊ അവിടെ കൺഫൈൻഡ് ആയിട്ടുള്ള സ്പേസ് ആണ് അല്ലെ, എല്ലായ്പ്പോഴും അടച്ചു മൂടിയിട്ടിരിക്കുന്ന ഒരു റൂം ആയിരിക്കും ഒരു പക്ഷേ. അപ്പൊ അവിടെ ഈ കൺഫൈൻഡ് സ്പേസിൽ നമ്മൾ ഈ പറയുന്ന ഹാലോൺ എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സഫോക്കേഷൻ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റു ആൾക്കാർക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത്രേ ഉള്ളൂ, ഈ പറയുന്ന കൺഫൈൻഡ് ആയിട്ടുള്ള സ്പേസിൽ ഹാലോൺ പ്രിഫറബിൾ അല്ല എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ ഫൈൻ, അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. മറ്റേ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഫയർ എക്സ്റ്റിംഗ്വിഷർ യൂസ്ഡ് ഫോർ ഫ്ലെയിമബിൾ ലിക്വിഡ് ഫയർ? ഫ്ലെയിമബിൾ ലിക്വിഡ് ഫയർ ആണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും പ്രിഫർ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക? യെസ്, ഡ്രൈ പൗഡർ തന്നെയാണ്. ഇതൊന്നും നോക്കി ഹാലോൺ എക്സ്റ്റിംഗ്വിഷറും സി എന്ന് ഉദ്ദേശിക്കുന്നത് കാർബൺ ടെട്രാക്ലോറൈഡ് ആണ്, അത് രണ്ടും ഒന്ന് തന്നെയാണ്. സോ വാട്ടർ എക്സ്റ്റിംഗ്വിഷർ അല്ല എന്നുള്ളത് അറിയാം. സോ ഇവിടെ തന്നിരിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഡ്രൈ പൗഡർ തന്നെയാണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. അപ്പം ഓപ്ഷൻസ് കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ പലപ്പോഴും കൺഫ്യൂസിങ് ആവാറുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ പറയുന്ന ടൈപ്പ്. ഈ പറയുന്ന ക്ലാസ് എ ആണോ ബി ആണോ, അല്ലെങ്കിൽ ഇതിന് ഏതാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് കോമൺ ആയിട്ട് രണ്ടിനും നമുക്ക് യൂസ് ചെയ്തുകൂടെ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉള്ള ഒരു ഏരിയ തന്നെയാണ് ഈ പറയുന്ന ഫയറുമായി ബന്ധപ്പെട്ട്. മിക്ക എക്സാമുകൾക്കും ഇത്തരത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. അത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതിയാകും. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ഫയറുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത്രയാണ്. പ്രധാനമായിട്ടും അതിന്റെ ക്ലാസ്, അതിന്റെ യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ സ്മൂതറിങ് അല്ലെങ്കിൽ സ്റ്റാർവിങ് അല്ലെങ്കിൽ കൂളിംഗ് എന്ന് പറഞ്ഞ ടേം ഒക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കാം. അതൊക്കെയാണ് പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഏരിയ. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫയറുമായി ബന്ധപ്പെട്ട് നെക്സ്റ്റ്, മോസ്റ്റ് സീരിയസ് എൻവയോൺമെന്റൽ പ്രോബ്ലം ബിക്കോസ് ഓഫ് ഹസാർഡസ് വേസ്റ്റ് ഈസ് ഡാഷ്. ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ പ്രോബ്ലം ഏതാണ്? യെസ്, ഓക്കെ. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് എയർ പൊല്യൂഷൻ, ഓപ്ഷൻ ബി ഇൻക്രീസ്ഡ് യൂസ് ഓഫ് ലാൻഡ് ഫോർ ലാൻഡ് ഫില്ലിംഗ്, ഓപ്ഷൻ സി കണ്ടാമിനേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കെ. വാട്ട് the most serious environmental problem because of hazardous waste? ഈ പറഞ്ഞ ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്തു എന്നിരിക്കട്ടെ. അപ്പോ അവിടെ ഉണ്ടാവുന്ന ഒരു എൻവയോൺമെന്റൽ പ്രോബ്ലം എന്താണ്? കണ്ടാമിനേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ അല്ലേ? ആലോചിച്ച് നോക്കി. അതായത് ഒരു എൻവയോൺമെന്റൽ പ്രോബ്ലം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നു. എന്ത് കാരണം? വേസ്റ്റ് കാരണം. അപ്പോ എയർ പൊല്യൂഷൻ, അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് യൂസ് ഓഫ് ലാൻഡ് ഫോർ ലാൻഡ് ഫില്ലിംഗ്. അതായത് ലാൻഡ് ഫില്ലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വേസ്റ്റ് വന്നെന്ന് ഇട്ടിട്ട് നമ്മൾ കൂടുതൽ ലാൻഡുകൾ നമ്മൾ ഈ പറഞ്ഞ വേസ്റ്റ് ഫില്ലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഓപ്ഷൻ ബി ഉദ്ദേശിക്കുന്നത്. കണ്ടാമിനേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, അതുപോലെ തന്നെ നൺ ഓഫ് ദി എബോവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റ് കാരണം നമുക്ക് കൂടുതൽ ഉണ്ടാവാനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഗ്രൗണ്ട് വാട്ടറിൽ ഉണ്ടാവുന്ന കണ്ടാമിനേഷൻ ആണ് അല്ലെ. നമ്മൾ ഈ പറഞ്ഞ കിണറുകളിലുള്ള വെള്ളത്തിനകത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അവിടെ ക്വാളിറ്റി, വെള്ളത്തിന്റെ ക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവസാനം നമുക്ക് കിണറിലുള്ള വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ വരും. അപ്പൊ അതാണ് പ്രധാനമായിട്ടും മോസ്റ്റ് സീരിയസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ വെള്ളം ആയി ബന്ധപ്പെട്ടുള്ള കണ്ടാമിനേഷൻ തന്നെയാണ്. ഓക്കെ, ഓർത്തിരിക്കാം. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് യൂസ് ഓഫ് ലാൻഡ് ഫോർ ലാൻഡ് ഫില്ലിംഗ്. അതായത് നമ്മൾ ഈ ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു മെത്തേഡാണ്. ഈ പറഞ്ഞ വേസ്റ്റ് നമുക്ക് എന്താണ് ലാൻഡ് ഫില്ലിംഗ് വഴി നമുക്കത് വേസ്റ്റിനെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ വേസ്റ്റ് ഡിസ്പോസലിന് വേണ്ടിയിട്ട് കൂടുതൽ ലാൻഡ് എടുക്കുന്നതാണ് ഒരു എൻവയോൺമെന്റൽ പ്രോബ്ലം എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണോ? അങ്ങനെ ആവാൻ സാധ്യതയുണ്ടോ? നമ്മൾ ആ ഒരു മൊത്തത്തിലുള്ള ഓപ്ഷൻ നോക്കുന്ന സമയത്ത് ഇത്തരത്തിൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ലാൻഡ് എടുക്കുന്നത് ഒരു എൻവയോൺമെന്റൽ പ്രോബ്ലം ആണോ? അതുപോലെ ഈ പറഞ്ഞ രീതിയിൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെയുള്ള വെള്ളം അത് താഴേക്ക് ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽ ഒക്കെ താഴേക്ക് പോയിട്ട് അവിടെയുള്ള വെള്ളം കണ്ടാമിനേഷൻ സംഭവിക്കുന്നതാണോ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ? അതെ. അപ്പൊ അത് ഒന്ന് മനസ്സിൽ ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇതെല്ലാം ഏകദേശം റിലേറ്റഡ് ആണ്. അതാണ് ഇതിന്റെ ഒരു കുഴപ്പം. നമുക്ക് ഈ പറഞ്ഞത് കൃത്യമായിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് പറയുന്നത് മോസ്റ്റ് സീരിയസ്. യെസ്, ഓഫ് കോഴ്സ് ഇതൊരു സീരിയസ് ഇഷ്യൂ തന്നെയാണ്. ഇഷ്യൂ അല്ലെന്നല്ല പറയുന്നത്. മോസ്റ്റ് സീരിയസ് എൻവയോൺമെന്റൽ പ്രോബ്ലം
ഏതാണ് എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. അപ്പൊ അതാണ് പറഞ്ഞത്, ഈ പറഞ്ഞ ഇങ്ങനെയുള്ള എക്സാമുകൾക്കൊക്കെ ഉള്ള ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു പക്ഷേ ട്വിസ്റ്റിംഗ് ആണ്. നമുക്ക് എല്ലാം കറക്റ്റ് ചിലപ്പോൾ എല്ലാ ഓപ്ഷനും ഒരുപോലെ തന്നെ തോന്നുന്ന രീതിയിലൊക്കെ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ ഒക്കെ വരാറുണ്ട്. അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കി ഒന്ന് മുന്നോട്ട് പോയാൽ മതി. അങ്ങനെ കൺഫ്യൂസിങ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് അറ്റൻഡ് ചെയ്യുകയും വേണ്ട കേട്ടോ, അതും കൂടി പറയാം. അങ്ങനെ കൺഫ്യൂസിങ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ലീവ് ഇറ്റ്. ഈ പറഞ്ഞ രീതിയിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ തന്നെയായിരിക്കും. അങ്ങനെ നമ്മളത് റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാം കേട്ടോ. ഓക്കെ, ഫൈൻ. ക്ലിയർ അല്ലേ? ഓപ്ഷൻ സി നമുക്ക് മുന്നോട്ട് പോകാം. മറ്റൊരു ചോദ്യം, വാട്ട് ഡസ് പാസ് PASS സ്റ്റാൻഡ്സ് ഫോർ ഇൻ ഫയർ സേഫ്റ്റി? പാസ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ പുൾ എയിം സ്ക്യൂസ് സ്വീപ്പ്, ഓപ്ഷൻ ബി പുൾ എയിം സ്വീപ്പ് ക്യൂസ്, ഓപ്ഷൻ സി പുഷ് എയിം സ്വീപ്പ് ക്യൂസ്, ഓപ്ഷൻ ഡി പുഷ് എയിം സ്ക്യൂസ് സ്വീപ്പ്. ഏതായിരിക്കും? ഓപ്ഷൻ എ. ഓപ്ഷൻ എ റൈറ്റ് ആൻസർ ആണ്. ഓപ്ഷൻ എ തന്നെയാണ്, പുൾ എയിം സ്ക്യൂസ് സ്വീപ്പ് അല്ലെ. ഇത്തരത്തിൽ നമ്മളുടെ ആ ഒരു നമ്മൾ എവിടെങ്കിലും ചെന്ന് നോക്കിയാൽ മതി. പറഞ്ഞ രീതിയിൽ നമ്മളുടെ ആ ഒരു എന്താണ് നമ്മളുടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഒക്കെ ഇരിക്കുന്നതിന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട് അതിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ അതിന്റെ ഒരു പ്രൊസീജിയർ കൊടുക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അവിടെ ഈ പറയുന്ന പാസ് നമുക്ക് കാണാറുണ്ട്. പാസ്, ഈ പാസ് എന്ന് പറയുന്നത് എന്താണ്? അതിനകത്തെ ആ ഒരു നോബ് പുറത്തേക്ക് വലിക്കുക, അതാണ് പുൾ ദ സേഫ്റ്റി പിൻ. ഈ പറഞ്ഞ സേഫ്റ്റി പിൻ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എവിടെയാണോ എന്നുള്ളത് എയിം ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്ക്യൂസ് ചെയ്യുക, ഈ ഒരു ബട്ടൺ സ്ക്യൂസ് ചെയ്യുക. സ്ക്യൂസ് ചെയ്തതിനു ശേഷം നമ്മൾ എന്താ വേണ്ടുന്ന രീതിയിൽ സ്വീപ്പ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോസസ് ആണ് ബേസിക്കലി നമ്മളുടെ ആ ഒരു എക്സ്റ്റിംഗ്വിഷറുമായി ബന്ധപ്പെട്ട് പാസ് എന്ന് പറയുന്നുണ്ടാവുക. പാസ്, PASS, പുൾ എയിം സ്ക്യൂസ് ആൻഡ് സ്വീപ്പ്. അപ്പൊ ഈ പറഞ്ഞ സ്വീപ്പും സ്ക്യൂസും ഒക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സ്ക്യൂസ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ സ്വീപ്പ് ചെയ്യേണ്ടത് കേട്ടോ. സ്ക്യൂസ് ചെയ്യുമ്പോഴാണ് ഇത് പുറത്തേക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, അതിന് ശേഷമാണ് നമ്മൾ സ്വീപ്പ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പൊ അത് ഓർത്തുന്ന മതി പാസുമായി ബന്ധപ്പെട്ട്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. ഓക്കെ, ഫൈൻ. വിച്ച് വൺ ദ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് PPE comes under PP3 മാറ്റിട്ട് നമുക്കൊരു 8 ആക്കാം. 8 ആണെങ്കിൽ ഏതായിരിക്കും? സേഫ്റ്റി ബെൽറ്റ് ആൻഡ് ഹാർനസ്. സേഫ്റ്റി ബെൽറ്റ് ആൻഡ് ഹാർനസ്. ഓക്കെ, ഫൈൻ. PP1 ആണെന്നുണ്ടെങ്കിലോ ഏതാണ്? ഹെൽമെറ്റ്. നേരത്തെ ഇരുന്ന 3 ആണെങ്കിലോ? ഓക്കെ, ഇവിടെ 3 എന്ന് പറയുന്ന റെസ്പിറേറ്ററിയുമായി ബന്ധപ്പെട്ടല്ലേ? റെസ്പിറേറ്ററി അല്ലേ? അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയത് കേട്ടോ. അത് അതെ 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 അതെ. അപ്പൊ 4 ആയിരുന്നെങ്കിലോ? 4 ആയിരുന്നെങ്കിലോ? ഫോർ ആം അല്ലെ? 4 ആം അല്ലെ? അതാ ഞാൻ ഓർത്താ മതി. 4 ആം. കുറച്ചാ മതി. അപ്പൊ ഇവിടെ 8 ആണെന്നുണ്ടെങ്കിൽ സേഫ്റ്റി ബെൽറ്റ് ആൻഡ് ഹാർനസ് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ഓക്കെ, ഫൈൻ. 1 ആണെങ്കിൽ ഹെൽമെറ്റ് ആണ്. സോ അത് ഓർത്താ മതി. ഈ പറഞ്ഞ 1 ഹെൽമെറ്റ്, 2 സേഫ്റ്റി ഫുഡ് വെയർ. ഓക്കെ, 1 ഹെൽമെറ്റ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഹെൽമെറ്റ്, 2 ഫുഡ് വെയർസ് ആണ്, 3 റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ് 3 വരുന്നുണ്ടാവുക, 4 arms, 4 arms and hand protection, that is PP4, PP5 5 കണ്ണുകളാണ്, ഐ ആൻഡ് ഫേസ് പ്രൊട്ടക്ഷൻ, 6 വന്നിട്ട് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, 7 വന്നിട്ട് ഇയർ പ്രൊട്ടക്ഷൻ അല്ലെ, 7 ഇയേഴ്സ് ഇയർ പ്രൊട്ടക്ഷൻ, ആൻഡ് 8 എന്ന് പറയുന്നത് പറയാം സേഫ്റ്റി ഹാർനസ്, സേഫ്റ്റി ബെൽറ്റ് ആൻഡ് ഹാർനസ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ BIS ഈ ഹാർനസ് സേഫ്റ്റി ബെൽറ്റ് ആൻഡ് ഹാർനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എന്താണ് പെയിന്റ് വലിയ കെട്ടിടങ്ങൾ, ഫോർ എക്സാമ്പിൾ ഫ്ലാറ്റുകളൊക്കെ ഉണ്ടല്ലോ, ബഹുനില കെട്ടിടങ്ങൾ, ബഹുനില കെട്ടിടങ്ങളിലൊക്കെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഊഴ്ന്നിങ്ങനെ കിടന്നിട്ട് പെയിന്റ് അടിക്കാറില്ലേ? അപ്പോ നമ്മൾ അത് യൂസ് ചെയ്യുന്നതാണ് ഹാർനസ്. അപ്പൊ നമ്മൾ ആ ഒരു ബെൽറ്റിലും ഹാർനസിലുമാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ ഈ അത് തന്നെ ഹാങ് ചെയ്യുന്ന സാധനമാണ് ഹാർനസ്. അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞാൽ നമ്മൾ ഈ ഹാർനസ്, ബെൽറ്റ് ആൻഡ് ഹാർനസ് നമ്മൾ നായ്ക്കളിലൊക്കെ ഈ പറഞ്ഞ ഒരു ബെൽറ്റ് പോലെ നമ്മുടെ ഉടലിനോട് ചേർന്നൊക്കെ ഇടാറില്ലേ, അതിനെയും ഹാർനസ് എന്നാ പറയാ. കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഡോഗിൽ നമ്മുടെ വീട്ടിലെ പട്ടിക്കുട്ടികളിലൊക്കെ നമ്മൾ ഇങ്ങനെ ഹാർനസ് ഇടാറില്ലേ, അതായത് ആ നമ്മുടെ ദേഹത്തോട് ചേർന്നിരിക്കുന്ന ബെൽറ്റ് ടൈപ്പ് ഉണ്ട്.
ഓ എൻഡിൽ വരുന്ന അത് തന്നെ അതെ. നമ്മുടെ എന്താണ് ആ ഒരു അവരുടെ ശരീരത്തോട് ചേർന്നിരിക്കുന്ന രീതിയിലുള്ള ഒരു ബെൽറ്റ് ടൈപ്പ് ഉണ്ട്, അതിനെ ഹാർനസ് എന്നാണ് പറയാറ്. ജസ്റ്റ് ഞാൻ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതാണ് സേഫ്റ്റി ബെൽറ്റ് ആൻഡ് ഹാർനസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഹാങ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒക്കെയാണ് നമ്മൾ ഈ ഹാർനസ് ബെൽറ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ, അത് നോർത്ത് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ അടിച്ചിട്ട് ഈ പറഞ്ഞ ചിത്രം ഏതെങ്കിലും ഒരു ഇമേജ് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, അപ്പോൾ ഒരു ഐഡിയ കിട്ടും. ഇൻ കേസ് കിട്ടിയില്ല. ഓക്കെ ഫൈൻ. മറ്റേ ചോദ്യം, വാട്ട് സേഫ്റ്റി ഡിവൈസ് വിൽ യൂസ് what safety device will you use to protect yourself while chipping? നമ്മൾ ചിപ്പിംഗ് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ വെൽഡ് ചെയ്തതിന് നമ്മൾ ചിപ്പിംഗ് ചെയ്യുന്ന സമയത്ത് യെസ് ഗൂഗിൾസ് നമ്മൾ യൂസ് ചെയ്യാൻ സാധിക്കും. ചിപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗൂഗിൾസ് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫൈൻ. ഹാൻഡ് സ്ക്രീൻസ് എവിടെ യൂസ് ചെയ്യുന്നത്? വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് ഹാൻഡ് സ്ക്രീൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ റൈറ്റ് ആണ്. ഓക്കെ ഫൈൻ ഫൈൻ. മറ്റേ ചോദ്യം, പ്രൊട്ടക്ട് ഫ്രം ഇലക്ട്രിക് ഷോക്ക് വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ്? ഇലക്ട്രിക് ഷോക്ക്, ഹാൻഡ് സ്ക്രീൻ, റബ്ബർ ഹാൻഡ് ഗ്ലൗസ്, പ്ലെയിൻ ഗോഗിൾസ്, ലെതർ ഹാൻഡ് ഗ്ലൗസ്. റബ്ബർ ഹാൻഡ് ഗ്ലൗസ്. അപ്പൊ അത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ലെതർ ഹാൻഡ് ഗ്ലൗസിനും നമുക്ക് ചിലപ്പോൾ ഒരു ഓപ്ഷനിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക, റബ്ബർ ഹാൻഡ് ഗ്ലൗസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, KCBക്കാരൊക്കെ ഒരു യെല്ലോ കളറിലൊക്കെ ഉള്ള അല്ലെങ്കിൽ ഓറഞ്ച് കളറിലൊക്കെ ഉള്ള വളരെ കട്ടിയുള്ള ഹാൻഡ് ഗ്ലൗസുകൾ ഒരുപക്ഷെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് റബ്ബർ കൊണ്ട് മേഡ് ചെയ്തിട്ടുള്ളതാണ്. റബ്ബർ ഹാൻഡ് ഗ്ലൗസ് ആണ് ഇലക്ട്രിക് ഷോക്ക് നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്ന ഒരു സേഫ്റ്റി ഡിവൈസ്, സേഫ്റ്റി ആയിട്ടുള്ള എക്യുപ്മെന്റ്. ഓക്കെ, സോ അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. പ്രൊട്ടക്ട് ഫ്രം ഐസ് ഫ്രം റേസ് ഓഫ് ആർക്ക്. നമ്മൾ ആർക്ക് വെൽഡിങ് ചെയ്യുന്ന സമയത്ത് കണ്ണുകളിലേക്ക് ആ ഒരു എന്താണ് ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് റേസ് തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഏതായിരിക്കും? വെൽഡിങ് ഹാൻഡ് സ്ക്രീൻ. യെസ്, ഹാൻഡ് സ്ക്രീൻ ആണ് കേട്ടോ. ഓപ്ഷൻ ഏത് തന്നെയാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹാൻഡ് സ്ക്രീൻ തന്നെയാണ് ഇത്തരത്തിൽ റേസിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഉണ്ട്, PPE കൊടുത്തിട്ടുണ്ട്. കറസ്പോണ്ടിങ് എക്യുപ്മെന്റ് യൂസ്ഡ്, മാസ്ക്, ഏപ്രോൺസ്, സേഫ്റ്റി ബെൽറ്റ്. ഓക്കെ ഫൈൻ. അപ്പൊ മാസ്ക് എല്ലാവരും മാസ്ക് ധരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? റെസ്പിറേറ്ററി ആണ്. ഏപ്രോൺ എന്തിനു വേണ്ടിയിട്ടാ? പ്രൊട്ടക്ഷൻ ഓവറോൾ ഫ്രണ്ട് ബോഡി അല്ലെ? ഫ്രണ്ട് ബോഡിയിലാണ് നമ്മൾ ഏപ്രോൺ. സേഫ്റ്റി ബെൽറ്റ് നേരത്തെ പറഞ്ഞു, ഓവർ ഹെഡ് വർക്ക് അല്ലെ? ഇത്തരത്തിൽ നമുക്ക് മുകളിലൊക്കെ ഉള്ള വർക്കാണെങ്കിൽ നമുക്ക് അവിടെ എന്താണ് സേഫ്റ്റി ബെൽറ്റ് ധരിച്ച് നമ്മൾ എന്താണ് ഹാങ് ചെയ്തിട്ടൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓവർ ഹെഡ് വർക്കുകൾക്ക് സേഫ്റ്റി ബെൽറ്റ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോ 1, 3, 2 ഓപ്ഷൻ ബി. ഓക്കെ ഫൈൻ. ഓപ്ഷൻ ബി റൈറ്റ്. ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം, PPE which is used for cutting hard rocks, concreting work, asphalt etc. ഹാർഡ് റോക്ക് അതുപോലെ തന്നെ കോൺക്രീറ്റിംഗ് വർക്കുകൾക്ക്, അഷ്ഫോൾട്ട് അല്ലെങ്കിൽ പറഞ്ഞ രീതിയിൽ എന്താണ് റോഡ് ടാർ ചെയ്യുന്ന സമയത്ത് കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കുകൾക്ക്, കട്ടിങ് റോക്കുകളൊക്കെ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ PPE യൂസ് ചെയ്യുന്ന ഏതാണ്? സേഫ്റ്റി ബെൽറ്റ്, ഗം ബൂട്ട്, സേഫ്റ്റി ഗൂഗിൾസ്, സേഫ്റ്റി ഏപ്രോൺ. ഏതായിരിക്കും? ഗം ബൂട്ട് ആണ് ഗം ബൂട്ട്. ഓക്കെ, അത്രയും മതി. ഈ പറഞ്ഞ ഗം ബൂട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള വർക്കുകൾക്ക് യൂസ് ചെയ്യുന്നത്. മറ്റൊരു ചോദ്യം, ഹൗ ടു സ്റ്റോപ്പ് ബ്ലീഡിംഗ് ഓഫ് ആൻ ഇൻജേർഡ് പേഴ്സൺ. ബ്ലീഡിംഗ് ഒഴിവാക്കാൻ വേണ്ടി എന്താ ചെയ്യുക? ഓപ്ഷൻ എ, ടൈപ്പ് യെസ്, അപ്ലൈ പ്രഷർ ഓവർ ദ വൂണ്ട് അല്ലെ? എവിടെയാണോ വൂണ്ട് ഉള്ളത്, എവിടെയാണോ നമ്മളുടെ മുറിവുള്ളത്, വൂണ്ട് ഉദ്ദേശിക്കുന്ന മുറിവാണ്, ആ മുറിവുള്ളത് അവിടെ നന്നായിട്ട് പ്രഷർ ചെയ്ത് പിടിച്ചു വെക്കുക അല്ലെ? അതിന് മുകളിലേക്ക് കൈവച്ചോ അല്ലെങ്കിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പ്രഷർ ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് അവിടെ ആ ഒരു ബ്ലീഡിങ് അല്ലെ, പുറത്തേക്ക് ഒഴുകുന്ന ബ്ലീഡിങ് ഒഴിവാക്കാൻ സാധിക്കും. അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ എന്താണ്? ദ മെറ്റീരിയൽ ഇൻടു ഓർഗാനിക് കോമ്പൗണ്ട്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ മാനുവർ അല്ലെ? വളമായിട്ട്, മാനുവർ എന്ന് ഉദ്ദേശിക്കുന്നത് വളം, ആ വളമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ട് നമുക്ക് നമ്മളുടെ മെറ്റീരിയലിനെ നമ്മൾ ബ്രേക്കിംഗ് ഡൗൺ ചെയ്യുന്നുണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട്, യെസ്, കമ്പോസ്റ്റിംഗ് ആണ്. സംശയമൊന്നും വേണ്ട, കമ്പോസ്റ്റിംഗ്. അപ്പൊ ഇതൊക്കെ മറ്റ് പ്രോസസ്സുകളാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ലാൻഡ് ഫില്ലിംഗ് ഉണ്ട്, നമുക്ക് ഇൻസിനറേറ്റർ ഒക്കെ വെച്ചിട്ട് നമുക്ക് കത്തിച്ച് കളയാം, ബേണിംഗ് വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ട്, റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റും, കമ്പോസ്റ്റിംഗ് അല്ലെ? ഇത്തരത്തിൽ ഓരോരോ പ്രോസസ്സുകളാണ് നമ്മൾ അത് യൂസ് ചെയ്യേണ്ടത്. സോ കമ്പോസ്റ്റിംഗ് ആണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിൽ അത് നമ്മൾ എന്താണ് വളമായിട്ട് മാറ്റും അല്ലെ? ഇത്തരത്തിൽ നാച്ചുറൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർഗാനിക് മെറ്റീരിയൽസിനൊക്കെ നമ്മൾ ബ്രേക്കിംഗ് എന്താണ് അതിന് വേണ്ടുന്നിട്ടുള്ള എന്താണ്
ഓർഗാനിസത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിനെ ബ്രേക്കിംഗ് ഡൗൺ ചെയ്തിട്ട് നമ്മളത് മാനുവൽ ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഫൈൻ. അതാണ് കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ കളർ കോഡ് ഓഫ് ബിൻസ് ഫോർ വേസ്റ്റ് ഫുഡ് സെഗ്രിഗേഷൻ? വേസ്റ്റ് ഫുഡ് സെഗ്രിഗേഷൻ, ഫുഡ് വേസ്റ്റ് ഒക്കെ നമ്മൾ സംശയം ഫുഡ്. അപ്പോ പേപ്പർ ആണെങ്കിലോ? പേപ്പർ ബ്ലൂ. പേപ്പർ ബ്ലൂ. റെഡ് ഏതായിരുന്നു? റെഡ് മെറ്റൽ. യെല്ലോ പ്ലാസ്റ്റിക്. ഓക്കെ, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പൊ അതാണ് ചോദ്യം വരാൻ സാധ്യതയുള്ളത്. വേസ്റ്റ് മെറ്റീരിയൽ കളർ കോഡ്. പേപ്പർ ആണെങ്കിൽ ബ്ലൂ, പ്ലാസ്റ്റിക് യെല്ലോ, മെറ്റൽ റെഡ്, ഗ്രാസ് ഗ്രീന്, അതുപോലെ തന്നെ ഫുഡ് ബ്ലാക്ക്. മറ്റേതെങ്കിലും വകുപ്പ് ഉണ്ടെങ്കിൽ അതൊരു സ്കൈ ബ്ലൂ എന്ന് കൊടുത്താൽ കേട്ടോ. മറ്റേതെങ്കിലും വകുപ്പ് മറ്റേതൊക്കെ ആണെങ്കിൽ സ്കൈ ബ്ലൂ. അതർ ദാൻ ദിസ്, ഈ പറഞ്ഞ പേപ്പർ, പ്ലാസ്റ്റിക്, മെറ്റൽ, ഗ്ലാസ്, ഫുഡ്, ഇതൊഴികെ ബാക്കി ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്കൈ ബ്ലൂ എന്നുള്ള രീതിയിലൂടെ ഓർത്തിരിക്കാം. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് വേസ്റ്റ് ബിന്നും കളർ കോഡുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ കൃത്യമായിട്ട് തന്നെ നമുക്ക് അത് ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഫൈൻ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യം, ദ പ്രോബ്ലം ഓഫ് സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ ക്യാൻ ബി റെഡ്യൂസ്ഡ് ത്രൂ. ഈ സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം കുറയ്ക്കാൻ സാധിക്കും. ഓപ്ഷൻ എ റീസൈക്ലിംഗ്, ലെസർ പൊല്യൂഷൻ, മോർ ടിമ്പർ, പോപ്പുലേഷൻ കൺട്രോൾ. റീസൈക്ലിംഗ് ആണ്. സംശയമൊന്നുമില്ല. റീസൈക്ലിംഗ് അതായത് സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ അത് സോളിഡ് വേസ്റ്റ് നമ്മൾ റീസൈക്കിൾ ചെയ്തിട്ട് വീണ്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ റീസൈക്ലിംഗ് തന്നെയാണ്. 3R റൂൾ, ഈ റീസൈക്ലിംഗുമായി ബന്ധപ്പെട്ടുള്ള ഒരു 3R റൂൾ ഉണ്ട് ഫോർ വേസ്റ്റ് ഡിസ്പോസൽ. 3R സ്റ്റാൻഡ്സ് ഫോർ ഏതായിരിക്കും? 3R സ്റ്റാൻഡ്സ് ഫോർ restore, reuse, recycle, reuse, remove, recycle, reduce, reuse, recycle, reduce, restore, recycle. Reuse, recycle. C. Yes, right answer ആണ് ഓപ്ഷൻ സി. reduce, reuse, അതുപോലെ തന്നെ റീസൈക്കിൾ. ഇതൊക്കെ ഈ പറയുന്ന എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് കേട്ടോ, ഈ പറഞ്ഞ ആറൊക്കെ. അപ്പോൾ റെഡ്യൂസ് ഉണ്ട്, റീയൂസ് ഉണ്ട്, റീസൈക്കിൾ ഉണ്ട് അല്ലെ. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നുള്ള ഓർത്താൽ മതി. നമ്മൾ മിക്കപ്പോഴും ഇത്തരത്തിലുള്ള ഒരു എംബ്ലം കാണാറുണ്ട് അല്ലെ. ഇത്തരത്തിലുള്ള എംബ്ലം ആണ്. ഇതാണ് റീസൈക്കിളബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾക്ക് നമ്മൾ സാധാരണ കാണാറുള്ള ഒരു എംബ്ലം ആണത്. അപ്പൊ അങ്ങനെ എന്താണ് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നുള്ളതാണ് 3R ഫോർ വേസ്റ്റ് ഡിസ്പോസലുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നോക്കേണ്ടത് സേഫ്റ്റി അല്ലെങ്കിൽ ഇൻഫർമേഷൻ സൈനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഷേപ്പ് ഓഫ് ആൻ ഇൻഫർമേഷൻ സൈൻ ഈസ് ഡാഷ്. ഇൻഫർമേഷൻ സൈൻ ഉണ്ട് സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാംഗിൾ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇവിടെ ഓപ്ഷനിൽ സ്ക്വയർ ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓപ്ഷൻ സി സ്ക്വയർ ആണ് വരുന്നുണ്ടാവുക. ഇൻഫർമേഷൻ സൈൻ ഒക്കെ സ്ക്വയർ ആണ്. ട്രയാംഗിൾ ആയിട്ട് കാണുന്ന ഏതായിരിക്കും? വാർണിംഗ് ആണ് അല്ലെ. സോ നമുക്ക് സയൻസുമായി ബന്ധപ്പെട്ട് സേഫ്റ്റി സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പ്രൊഹിബിഷൻ സൈൻ വരുന്നുണ്ട്, മാൻഡേറ്ററി സൈൻ ഉണ്ട്, വാർണിംഗ് സൈൻ ഉണ്ട്, ഇൻഫർമേഷൻ സൈൻ ഉണ്ട്. അപ്പൊ ഈ ചിത്രത്തിനകത്ത് ഏതായിരിക്കും ഇൻഫർമേഷൻ സൈൻ എന്ന് പറയുന്നത്? ഇൻഫോം ചെയ്യുന്ന ഇൻഫർമേഷൻ സൈൻ ഏതാ? ഡ്രിങ്കിങ് വാട്ടർ. അപ്പൊ നോക്കിയ ഡ്രിങ്കിങ് വാട്ടർ ഒരു ഇൻഫർമേഷൻ സൈൻ ആണ്. ഇപ്പൊ ഇവിടെ നമുക്ക് ഒരു റെക്ടാംഗിൾ പോലെ കാണുന്നുണ്ട്, സ്ക്വയറോ റെക്ടാംഗിളോ ഒക്കെ കാണാറുണ്ട്. അപ്പൊ അത് ഈ പച്ചക്കകത്ത് വെള്ള കളറിൽ എന്താണ് ഇത്തരത്തിൽ ഇൻഫോം ചെയ്യുന്നത്? നമുക്ക് ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ. മാൻഡേറ്ററി സൈൻ ഏതായിരിക്കും? മാൻഡേറ്ററി സൈൻ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. യെസ്, ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. സ്റ്റാഫ് ഉള്ളി എന്ന് പറയുന്നത് എന്താണ്? അത് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? പ്രൊഹിബിഷൻ. അവിടെ സ്റ്റാഫിന് മാത്രമേ പെർമിഷൻ ഉള്ളൂ, അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സിന് അവിടെ പെർമിഷൻ ഇല്ല എന്നുള്ളതാണ് സ്റ്റാഫ് ഒള്ളി എന്ന് ഉദ്ദേശിക്കുന്നത്. അത് പ്രൊഹിബിഷൻ സൈൻ ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഇത് കണ്ടത്, അതായത് പച്ച കളറിൽ കണ്ടത് ഇൻഫോർമേഷൻ സൈൻ ആണ്. ഈ നീല കളറിനകത്ത് വൈറ്റ് അല്ലെങ്കിൽ എന്താണ് വൈറ്റ് കളറിൽ കാണുന്നതാണ്, നീലക്കകത്ത് വൈറ്റ് ആയിട്ട് കാണുന്നതാണ് നമ്മളുടെ എന്താണ് മാൻഡേറ്ററി ഇയർ പ്രൊട്ടക്ഷൻ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫയർ എസ്കേപ്പ് ഉണ്ട് അവിടെ, അതുപോലെ തന്നെ അതിലൂടെ തന്നെ പോകണം. അതുപോലെ തന്നെ ഐ പ്രൊട്ടക്ഷൻ നമ്മൾ കൃത്യമായിട്ട് വെയർ ചെയ്യണം, ഗ്ലൗസ് കൃത്യമായിട്ട് യൂസ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള എന്താണ് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് വൺ ഈസ് എന്താണ് വാർണിംഗ് സൈൻ. വാർണിംഗ് സൈൻ ആണ് ഇത്തരത്തിൽ കോഷൻ അല്ലെങ്കിൽ ഡേഞ്ചർ എന്നൊക്കെയുള്ള വാർണിംഗ് സൈൻസ് നമ്മൾ ഇത്തരത്തിൽ റെക്ടാംഗുലർ ആയിട്ട് കാണാറുണ്ട്. ഓക്കെ. ഷേപ്പ് ഓഫ് മറ്റേതും ഓർത്തുന്ന അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വാർണിംഗ് സൈനിന്റെ ഷേപ്പ് എന്താണ് നമ്മൾ ഓൾറെഡി കണ്ടു. ട്രയാങ്കിൾ. സംശയമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. ട്രയാങ്കിൾ ആണ് വാർണിംഗ് സൈനിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഷേപ്പ് അതിന്റെ സിമ്പിൾസ് ഒക്കെ ഒരു ഐഡിയ നമുക്ക് വേണം. വിച്ച് സേഫ്റ്റി സൈൻ ഹാവ് വൈറ്റ് സിമ്പിൾസ് ഓൺ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ വൈറ്റ് സിമ്പിൾ ഓൺ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഏതായിരിക്കും? മാൻഡേറ്ററി. സംശയമൊന്നുമില്ല, മാൻഡേറ്ററി തന്നെയാണ് അല്ലെ. ഇത്തരത്തിൽ വൈറ്റ് സിമ്പിൾസ് ഓൺ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആണ് മാൻഡേറ്ററി എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ, കറക്റ്റ് ആണ്. ഓപ്ഷൻ സി റൈറ്റ് ആൻസർ ആയിട്ട് കൺസിഡർ ചെയ്യാം.
മറ്റൊരു ടോപ്പിക്കാണ് 5S കോൺസെപ്റ്റ്. നമുക്കറിയാം 5S അല്ലെ, ഇത്തരത്തിൽ സെറി, സൈറ്റൻ, സൈറ്റ് കേസ്, ഷിറ്റ്സുഗെ, അങ്ങനെ നമ്മൾ എന്താണ് 5S വെച്ചിട്ടുള്ള ഒരു ജാപ്പനീസ് കോൺസെപ്റ്റ് ആണ് 5S കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. 5S കോൺസെപ്റ്റിനകത്ത് 5S സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. 5S ഓപ്ഷൻ സി. യെസ്, സോർട്ട്, സെറ്റ്, ഷൈൻ. യെസ്, റൈറ്റ് ആൻസർ ആണ്. റൈറ്റ് ആൻസർ ആണ്. സോർട്ട്, സെറ്റ്, ഷൈൻ, സ്റ്റാൻഡേർഡൈസ്, സസ്റ്റെയിൻ. കറക്റ്റ് ആണ്. അപ്പൊ നോക്കേ, സിറി, സൈറ്റൻ, അതുപോലെ തന്നെ സീസോ, സിക്കേറ്റ്സു, ഷിറ്റ്സുഗെ എന്ന് പറയുന്ന 5 ജാപ്പനീസ് വേർഡ് ആണ് ഈ പറയുന്നത്. എന്താണ്? സിറി, സൈറ്റൻ, സീസോ, സൈക്കേറ്റ്സു, ഷിറ്റ്സുഗെ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ടൊയോട്ട ജപ്പാനിലാണ് ഇത് ആദ്യമായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ജപ്പാനിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടി ഓർത്തിരിക്കാം 5S കോൺസെപ്റ്റ്. അപ്പൊ അതിനകത്ത് സിറി എന്ന് പറയുന്ന സോർട്ട് ചെയ്യുക, ആദ്യം എല്ലാം നമ്മൾ സോർട്ട് ചെയ്ത് വെക്കുക, അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യുക, അതിനുശേഷം നമ്മൾ കൃത്യമായിട്ട് അത് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുക. അതുപോലെ തന്നെ ആ ഒരു രീതി കൃത്യമായിട്ട് അത് സ്റ്റാൻഡേർഡൈസ് ആക്കുക. സ്റ്റാൻഡേർഡൈസ് ആക്കിയതിനു ശേഷം അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക, ദാറ്റ് ഈസ് സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുക. അപ്പൊ ഇതാണ് ബേസിക്കലി 5 ഒരു 5S കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോർട്ട് ചെയ്യുക, സെറ്റ് ചെയ്യുക, ഷൈൻ മീൻസ് ക്ലീനിങ് ചെയ്യുക, ദെൻ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ കൃത്യമായിട്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് വെക്കുക, ദെൻ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യുക. അപ്പൊ അങ്ങനെ 5 കോൺസെപ്റ്റുകളാണ് അവിടെ എസ് ആയിട്ട് അവർ പറയുന്നത്. സിറി, സൈറ്റൻ, സീസോ, സിക്കേറ്റ്സു ആൻഡ് ഷിറ്റ്സുഗെ എന്നുള്ള രീതിയിൽ 5 വേർഡുകളാണ് അവിടെ 5S കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. 5S കോൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് 5S? 5Sന്റെ ബെനിഫിറ്റ് എന്താണ്? ഇൻക്രീസ് ഇൻ മാൻ പവർ, ഇൻക്രീസ് ഇൻ ഇക്കണോമി, ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി, റിഡക്ഷൻ ഇൻ പൊല്യൂഷൻ. Increase productivity. ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, മനസ്സിലാക്കി വെക്കാം. ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി ആണ് ബെനിഫിറ്റ് ഓഫ് 5S എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം, ആൻ ഓയിലി ഫ്ലോർ ഷുഡ് ബി ക്ലീൻഡ് ബൈ. ഓയിലി ഫ്ലോർ ഷുഡ് ബി ക്ലീൻഡ് ബൈ കോട്ടൺ വേസ്റ്റ്, പുട്ടിംഗ് വാട്ടർ, പുട്ടിംഗ് സോഡസ്റ്റ്, പുട്ടിംഗ് സാൻഡ്. Putting sand. Sawdust. പുട്ടിംഗ് സോഡസ്റ്റ് അല്ലെ, തരത്തിൽ പുട്ടിംഗ് സോഡസ്റ്റ്, അറക്കുപൊടിയൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ എന്താണ് ഓയിലി ഫ്ലോർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ സാധിക്കും. മറ്റൊരു ചോദ്യം, ഇൻ സേഫ്റ്റി SWL സ്റ്റാൻഡ്സ് ഫോർ. SWL സ്റ്റാൻഡ്സ് ഫോർ സേഫ് വിത്ഡ്രോവൽ ലോഡ്, സ്റ്റാൻഡ് വിത്തൗട്ട് ലോഡ്, സ്റ്റാൻഡ് വിത്ത് ലോഡ്, സേഫ് വർക്കിംഗ് ലോഡ്. ഏതായിരിക്കും? സേഫ് വർക്കിംഗ്. സംശയം വേണ്ട, സേഫ് വർക്കിംഗ് ലോഡ് ആണ് കേട്ടോ. സേഫ് വർക്കിംഗ് ലോഡ്. അപ്പൊ SWL എന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അവർ എടുത്ത് പറയുന്നുണ്ട്. SWL. അപ്പൊ അതെന്താണ് എന്നുള്ളൊരു ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് ചോദ്യം വന്നു കഴിഞ്ഞാൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ആയി തരുന്നുണ്ടാവുക. അപ്പൊ സേഫ് വർക്കിംഗ് ലോഡ് ആണ് SWL എന്നുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്. അത് ഈ നമ്മുടെ ഹെവി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉയർത്തുന്നതിനും അല്ലെങ്കിൽ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഈ SWL എന്ന് പറഞ്ഞ ടേം നമുക്ക് വരുന്നത്. അപ്പൊ SWL എന്ന് പറഞ്ഞാൽ സേഫ് വർക്കിംഗ് ലോഡ് ആണ് SWL എന്ന് പറയുന്നത്. മറ്റു ചോദ്യം, manufacture, storage and import of hazardous chemical rules regulation enacted on dash which year? Manufacture, storage and import of hazardous chemical rules regulation enacted on which year? അതാണ് ചോദ്യം. 1989 ഉണ്ട്, 1984 ഉണ്ട്, 1948 ഉണ്ട്, 1986 ഉണ്ട്. ഓർത്തിരുന്നാൽ മതി, 1989 ആണ് നമ്മുടെ ഉത്തരമായി വരിക. അപ്പോ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കില് ഇതിപ്പോ കുറച്ച് മാത്രമേ ഉള്ളൂ, 20-28 മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ നിരവധി എന്താണ് ആക്ടുകളും മറ്റു കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. ഏതാ ചിലപ്പോ നമ്മളുടെ എന്താണ് എങ്ങനെയാണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇപ്പം ഫാക്ടറീസ് ആക്ട് ഓൾറെഡി നമ്മൾ കണ്ടു, 1948 എന്നുള്ളത് നമ്മൾ കണ്ടു. അതല്ല, ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് എന്നാണ് 1910 അല്ലെ, 1910. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇന്ത്യൻ പെട്രോളിയം ആക്ട് എന്നാണ് വന്നത് 1934 ആണ്. അപ്പൊ അത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പൊ ഏത് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളുടെ വന്നു കഴിഞ്ഞാൽ ഇൻ കേസ് അതുകൂടെ ഒന്ന് ഓർത്തിരുന്നോളൂ. അപ്പൊ ഒരു മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ എല്ലാവരും. അപ്പൊ അതാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഞാനത് ഉദ്ദേശിച്ചത്. 1989 ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു നമ്മളുടെ ആ ഒരു മൊഡ്യൂളിൽ നിന്നും വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ. പ്രധാനമായിട്ടും ഈ ഒരു ഇതിൽ നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് വരുന്നുണ്ടാവുക. അപ്പൊ അത് എല്ലാവരും നന്നായിട്ട് ഓക്കെ ആയിരുന്നോ? ക്ലിയർ ആണോ? ഏകദേശം പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ എന്താണ് നമ്മളുടെ മൊഡ്യൂൾ ഇതായിരുന്നു. അപ്പൊ ഈ മൊഡ്യൂളിൽ നിന്നും പ്രധാനമായിട്ടും നമുക്ക് ഒരു 10 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്, അല്ലെങ്കിൽ സാധ്യതയുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് വരുന്നത് ഇത്തരത്തിൽ ഹെവി എക്യുപ്മെന്റ്, അതായത് മെത്തേഡ്സ് ഓഫ് മൂവിംഗ് ഹെവി എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട SW എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത്. അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഹോട്ട് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് വെൽഡിംഗ് വർക്ക്, സോൾഡറിംഗ് വർക്ക്, അതൊക്കെയാണ്. അതിനകത്തൊന്നും പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയൊന്നുമില്ല. അപ്പൊ അത് മുന്നോട്ടുള്ള മൊഡ്യൂളുകളിൽ വെൽഡിംഗ് എന്താണ് അല്ലെങ്കിൽ സോൾഡറിംഗ് എന്താണെന്ന് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്.
അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സേഫ്റ്റി എക്യുപ്മെന്റ്സുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പഠിക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ആ പറയുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അന്നേരവും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ബാക്കിയുള്ള കാര്യങ്ങൾ ഏകദേശം നമുക്ക് എല്ലാം ഏകദേശം നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ 10 മാർക്ക് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള രീതിയിലും ഈ 10 മാർക്ക് ഒരിക്കലും പോകാത്ത രീതിയിൽ നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്താലോ? അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിലെ മറ്റൊരു മൊഡ്യൂളുമായിട്ട് കാണാം കേട്ടോ. നന്ദി.